നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൻ്റെ ഇൻട്രൊഡക്ടറി ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡെഫിനിഷൻസ് ആണ്. ഈ നിയമത്തിൽ പറയുന്ന നിർവചനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പരീക്ഷകൾ മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിരിക്കുന്നത് ഈ നിർവചനങ്ങളിൽ നിന്നാണ്. ഏകദേശം ഒരു 30-40 നിർവചനങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ കൂടിയും പ്രധാനമായവ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ചോദ്യങ്ങൾ വരാവുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആ നിർവചനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 3-ലാണ് ഡെഫിനിഷൻസ് പ്രധാനമായിട്ട് വരുന്നത്. ആൻഡ് പ്രധാനമായ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ അഡൾട്രൻ്റ്, പിന്നെ കണ്ടാമിനൻറ്റ്, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, ഫുഡ് സേഫ്റ്റി, സബ്സ്റ്റാൻഡേർഡ് ഫുഡ്, അൺസേഫ് ഫുഡ് തുടങ്ങിയ പ്രധാനമായ ഡെഫിനിഷൻസൊക്കെ ഉണ്ട് താനും. പക്ഷേ ഇത് മാത്രമല്ല പ്രധാനം, എല്ലാ ഡെഫിനിഷൻസ് പ്രധാനമാണ്. എന്നാൽ ഈ പറയുന്നതൊക്കെ ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് നോട്ട് ദാറ്റ് ദിസ് പാർട്ട് ഓഫ് ദി ആക്ട് ഓൾസോ ഇൻക്ലൂഡ് ദി ഡെഫിനിഷൻ ഓഫ് ഫുഡ്. ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫുഡ് ഈസ് ഡിഫൈൻ എക്സ്റ്റെൻസീവ്ലി ഓവർ ഹിയർ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, എല്ലാ കാര്യവും കവർ ചെയ്യും ഫുഡിൻ്റെ ഡെഫിനിഷനിൽ. എന്തുകൊണ്ട് അത്രയും കവർ ചെയ്യുന്നത്? കാരണം മുമ്പ് ഓരോത്തിനും ഓരോ നിയമവും ഓർഡറൊക്കെ ഉണ്ട്. അത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഫ്രൂട്ട്സ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ രീതിയിൽ പല ഓർഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ മാറ്റി കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ഈ ലോ വരുന്നത്. അപ്പം അതനുസരിച്ച് ഒരു ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ, ഫുഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ വലിയ രീതിയിൽ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഡെഫിനിഷനാണ് ഇതിൽ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിഷനായിട്ട് ഉള്ളതെന്ന്. അപ്പം ആദ്യം അഡൾട്രൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡൾട്രൻ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഓർ കുഡ് ബി എംപ്ലോയ്ഡ് ഫോർ മേക്കിംഗ് ദി ഫുഡ് അൺസേഫ്. ഈസ് എനി മെറ്റീരിയൽ ഫോർ മേക്കിംഗ് ദി ഫുഡ് അൺസേഫ് ഓർ സബ്സ്റ്റാൻഡേർഡ് ഓർ മിസ്ബ്രാൻഡഡ് ഓർ കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ എന്നാണ് പറയുന്നത്. എനി മെറ്റീരിയൽ വിച്ച് കുഡ് ബി എംപ്ലോയ്ഡ്, അല്ലേ? ഒന്നിനെ പാലിൽ വെള്ളം ചേർക്കുക, അഡൾട്രേറ്റഡ് ഫുഡ് എന്ന് പറയുമ്പം അതിൻ്റേതായ സത്ത ഇല്ലാത്ത രീതിയിലാക്കുക എന്ന് പറഞ്ഞാൽ ഫുഡിന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പറയുന്നൊരു കണ്ടൻ്റ് ഉണ്ട്. ആ കണ്ടൻറ്റിനെ തന്നെ നിരാകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യുക? ഫുഡ് അൺസേഫ് ആക്കുകയോ സബ്സ്റ്റാൻഡേർഡ് ആക്കുകയോ മിസ്ബ്രാൻഡ് ചെയ്യുകയോ, പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചേർക്കുകയോ, എക്സ്ട്രേനിയസ് മാറ്റർ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അൺനെസസറി ആയിട്ടുള്ള സാധനങ്ങൾ അതിൽ ചേർക്കുകയോ ചെയ്താൽ അതിന് അഡൾട്രൻ്റ് എന്ന് വിളിക്കും. മാറിപ്പോകരുത്. വേറൊരു അഡൾട്ടറി ഉണ്ട്. ആ അഡൾട്ടറിയും ഈ അഡൾട്ടറൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ വരുന്ന അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? പരസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓഡിയോ ഓർ വീഡിയോ, വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, പബ്ലിസിറ്റി representation or pronouncement made by means of any light, sound, smoke, gas, print, electronic media, internet or website, and includes through any notice, circular, label, wrapper, invoice or other documents. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തും എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനായിട്ട്. ആ അഡ്വർടൈസ്മെൻറ്റ് ഡെഫിനേഷനിൽ ഓഡിയോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വിഷ്വൽ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വിഷ്വൽ, പബ്ലിസിറ്റി, റെപ്രസെൻറ്റേഷൻ, പ്രൊനൗൺസ്മെൻറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ആദ്യം ഒരു ഓപ്ഷൻ കാണുമ്പോൾ വിഷ്വൽ മാത്രം, എന്തായാലും പരസ്യം കാണുകയല്ലേ നമ്മൾ ചെയ്യുക എന്ന് വിചാരിക്കും. റേഡിയോയിലൂടെയൊക്കെ ഒരു ഓഡിയോ ആയിട്ടുള്ള പരസ്യങ്ങളും വരാറുണ്ട്. അപ്പം ഈ ആക്ടിൻ്റെ അകത്ത് പരസ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഓഡിയോ, വിഷ്വൽ, പബ്ലിസിറ്റി, റെപ്രസെൻറ്റേഷൻ ഓർ പ്രൊനൗൺസ്മെൻറ്റ് മെയ്ഡ് ബൈ മീൻസ് ഓഫ് ലൈറ്റ്, സൗണ്ട്, സ്മോക്ക്, ഗ്യാസ്, പ്രിൻറ്റ്, ഇലക്ട്രോണിക് മീഡിയ, ഇൻ്റർനെറ്റ്, വെബ്സൈറ്റ് എക്സെട്ര. ഓൾസോ ഇൻക്ലൂഡ് നോട്ടീസ്, സർക്കുലർ, ലേബൽ, റാപ്പർ, പൊതിയുന്ന റാപ്പർ, ഇൻവോയ്സ് ഓർ അതർ ഡോക്യുമെൻറ്റ്സ്. ഇതൊക്കെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് വരാം. ഓക്കെ. പിന്നെ ക്ലെയിം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ വിച്ച് സ്റ്റേറ്റ് സജസ്റ്റ് ഓർ ഇംപ്ലൈസ് ദാറ്റ് എ ഫുഡ് ഹാസ് എ പെർട്ടിക്കുലർ ക്വാളിറ്റീസ് റിലേറ്റിംഗ് ടു ഇറ്റ്സ് ഒറിജിൻ, ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ്, നേച്ചർ, പ്രോസസ്സിംഗ്, കോമ്പോസിഷൻ ആൻഡ് അതർവൈസ്. ഒരു ക്ലെയിം വരെ ഈ ഫുഡിന് തനതായ രുചി, ഇപ്പം നാടൻ വീട്ടിലെ ഊണ് എന്നൊക്കെ നമ്മൾ പരസ്യം കാണാറുണ്ട്, അല്ലേ? വീട്ടിലെ ഊണ്. അപ്പോൾ അത് ക്ലെയിം എന്നാൽ വീട്ടിൽ കഴിക്കുന്ന ഊണ് പോലൊരു രുചി ഉണ്ടാകും. ക്ലെയിം ഓഫ് ക്വാളിറ്റീസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഒറിജിൻ,
ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ്, അമ്മ വെച്ച് തരുന്ന ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് കടകളുടെ പേരും മിക്കയിടത്തൊക്കെ ഉണ്ടാവും അല്ലേ, ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പം ചിലയിടത്തുണ്ടാവും, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് പ്രത്യേകം ഉണ്ടാകും, ഇപ്പോൾ വാഴപ്പള്ളി അല്ലേ, പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം ആ വാഴപ്പള്ളി എന്താണ് പൈനാപ്പിളിൻ്റെ ജാം എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എന്താണ് ക്ലെയിമാണത്. എനി റെപ്രസെൻറ്റേഷൻ നമ്മൾ ക്ലെയിം ചെയ്യാണ്, എന്താ പറയുക, ആസ് ടു ഇറ്റ്സ് ഒറിജിൻ, ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ്, നേച്ചർ, പ്രോസസ്സിങ്, കോമ്പോസിഷൻ ഓർ അതർവൈസ്, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നതിന് ക്ലെയിം എന്ന് പറയും. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 30. ഈ ഒരു ഡെഫിനിഷൻ ഇടാനുള്ള പ്രധാന കാരണം ഓർക്കാനായിട്ട്, സെക്ഷൻ 30 പ്രകാരമാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞത്. ആസ് പെർ സെക്ഷൻ 30 കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഈസ് അപ്പോയിൻറ്റഡ് എന്നൊരു കാര്യം ഓർത്ത് വയ്ക്കാം. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മുമ്പ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, കൺസ്യൂമർ റിലേഷൻ ടു ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയും. പക്ഷേ അത് തന്നെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്, മുമ്പത്തെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഗുഡ്സ് ആൻഡ് സർവീസസിന് പിറകെ പോയി. പക്ഷേ ഈ ആക്ട് പ്രകാരം കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ മീൻസ് പേഴ്സൺസ് ആൻഡ് ഫാമിലീസ് പർച്ചേസിങ് ആൻഡ് റിസീവിങ് ഫുഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദെയർ പേഴ്സണൽ നീഡ്സ്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് ഒരാളോ കുടുംബാംഗങ്ങളോ മേടിക്കുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഫുഡിനെയാണ്, അങ്ങനെ മേടിക്കുന്നവരെ പറയും, ഫുഡ് മേടിക്കുക റിസീവ് ചെയ്യുന്ന വ്യക്തികളോ കുടുംബവുമായ അവരെയാണ് കൺസ്യൂമർ എന്ന് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. കൺസ്യൂമറിൻ്റെ മീനിങ് അല്ലെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: കൺസ്യൂമർ മീൻസ് പേഴ്സൺസ് ആൻഡ് ഫാമിലീസ് പർച്ചേസിങ് ആൻഡ് റിസീവിങ് ഫുഡ് ഇൻ ഓർഡർ ടു മീറ്റ് പേഴ്സണൽ നീഡ്സ്. അതാണ് അടുത്ത ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. കണ്ടാമിനൻറ്റ് നമ്മൾ കണ്ടുല്ലേ, കണ്ടാമിനൻറ്റ് ഏറ്റവും പ്രധാനമായ ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നു. കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയും. ശുദ്ധമല്ലാത്തത്, അതിലെന്തെങ്കിലും ചേർത്ത് അത് ആ ഒരു കാര്യം വന്നതോടുകൂടി അത് ഇല്ലാതായി എന്ന് പറയുന്നത് ഇല്ലേ. അപ്പോൾ കണ്ടാമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിലെ കണ്ടാമിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി സബ്സ്റ്റൻസ്, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, വെദർ ഓർ നോട്ട് ആഡഡ് ടു ഫുഡ്, അത് ആഹാരത്തിൽ ചേർക്കപ്പെട്ടതോ അല്ലാത്തതോ ആകാം. ചിലപ്പോൾ മുമ്പേ ആഹാരത്തിൻ്റെ കൂടെ തന്നെ അതിനുണ്ടായിരിക്കാം. ഇതാണ് ബട്ട് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ സച്ച് ഫുഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ. അപ്പോൾ ആ ആഹാരം പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഇൻക്ലൂഡിങ് ഓപ്പറേഷൻസ് ക്യാരീഡ് ഔട്ട് ഇൻ ക്രോപ്പ് ഹസ്ബൻഡറി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി മെഡിസിൻ, മാനുഫാക്ചർ, പ്രോസസ്സിങ്, പ്രിപ്പറേഷൻ, ട്രീറ്റ്മെൻറ്റ്, പാക്കേജിങ്. ഏതൊരു കാര്യവും ഒരു പർട്ടിക്കുലർ പ്രോസസ്സിങ്ങിലൂടെ ഒരു സബ്സ്റ്റൻസ്, ഏതൊരു സബ്സ്റ്റൻസോ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഫുഡിൽ ആഡ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ അതിനകത്ത് പ്രസൻ്റ് ആയതോ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ് എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ സംഭവിക്കുകയാണെങ്കിലോ, ആ സബ്സ്റ്റൻസ് ഫുഡിൽ വരികയാണെങ്കിൽ, പ്രസൻ്റ് ആവുകയാണെങ്കിൽ അതിനെ കണ്ടാമിനൻ്റ് എന്ന് പറയും. ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻസെക്ട് ഫ്രാഗ്മെൻറ്റ്സ്, റോഡൻറ്റ് ഹെയർസ് ആൻഡ് അതർ എക്സ്ട്രേനിയസ് മാറ്റേഴ്സ്. എക്സ്ട്രേനിയസ് മാറ്റേഴ്സ് എവിടെയുണ്ട്? അത് അഡൾട്രൻറ്റിൽ ചേർക്കപ്പെടുന്നതിലാണെന്ന് പറഞ്ഞു. ഇൻസെക്ട് ഫ്രാഗ്മെൻറ്റ്സ് കീടങ്ങളുടെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, ഈച്ച അതൊക്കെ വീണാണെങ്കിൽ അത് കണ്ടാമിനൻ്റ് എന്നല്ല. റോഡൻറ്റ് ഹെയർ, മൃഗങ്ങളുടെ രോമങ്ങളോ അതൊന്നും അതിൻ്റെ ഭാഗമല്ല. പറയപ്പെടുന്നത് സബ്സ്റ്റൻസ് വെദർ ഓർ നോട്ട് ആഡഡ് ടു ഫുഡ് ബട്ട് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഫുഡ് ആസ് എ റിസൾട്ട്. ആഹാരത്തിൽ അത് വന്ന ആ ഒരു സബ്സ്റ്റൻസ് വന്നു, ചിലപ്പോൾ ആഡ് ചെയ്തതാകാം അല്ലെങ്കിൽ ആഡ് ചെയ്യാത്തതായിരിക്കും, പക്ഷേ ആ ഫുഡിൽ അതിൻ്റെ പ്രസൻസ് വന്നു. എങ്ങനെ വന്നു? ആസ് എ റിസൾട്ട് ഓഫ് എന്ത്? പ്രൊഡക്ഷൻ, മാനുഫാക്ചർ, പ്രോസസ്സിങ്, പ്രിപ്പറേഷൻ, ട്രീറ്റ്മെൻറ്റ്, പാക്കിങ്ങിൻ്റെ സമയത്ത്, പിന്നെ പാക്കേജിങ്, ട്രാൻസ്പോർട്ട് ഓർ ഹോൾഡിംഗ് ഓഫ് സച്ച് ഫുഡ് ഓർ ആസ് എ റിസൾട്ട് ഓഫ് എൻവയോൺമെൻറ്റൽ, പരിസ്ഥിതി മലിനീകരണം കൊണ്ടും ഒക്കെ വരുന്ന ഫുഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിനെ കണ്ടാമിനൻ്റ് എന്നർത്ഥം അതിനെ ഇല്ലാതാക്കുക. ഒരു കണ്ടാമിനേറ്റ് ഫുഡ് അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ആപ്റ്റ് ഫോർ
കൺസംഷൻ എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ ഫുഡിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സുകളിലൂടെ അതിനകത്തേക്ക് വരാം, ഈ പറയുന്ന കണ്ടാമിനൻ്റ് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ കണ്ടാമിനൻ്റ് എന്ന് പറയും. ആ ഇതിൽ ഈ ഡെഫിനേഷനിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, ആസ് പെർ ഡെഫിനേഷൻ ഇതിനകത്ത് എന്തോന്ന് ഇൻക്ലൂഡ് അല്ല, ഏതാണ് ഇൻക്ലൂഡ് അല്ലാത്തതെന്ന് ചോദ്യം വരാം. വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ FSSA ആക്ട് അല്ലെ FSS ആക്ട്, ദ വേർഡ് കണ്ടാമിനൻറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരാം. അപ്പോൾ അതിൽ ആക്ട് പ്രകാരം ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻസെക്ട് ഫ്രാഗ്മെൻറ്റ്സ്, rodent hairs and other extraneous matters ഒന്നും അൺനെസസറി ഉള്ള മാറ്റേഴ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. കണ്ടാമിനൻറ്റിൻ്റെ ഡെഫിനിഷൻ്റെ അകത്ത് ഇൻസെക്ട് ഫ്രാഗ്മെൻറ്റ്, റോഡൻ ഹെയർസ്, അതർ എക്സ്ട്രേനിയസ് മാറ്റേഴ്സ് വരുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഇത് പ്രത്യേകം ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. Which are the following are not included in the definition of contaminant as per FSSA എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ഡെഫിനിഷൻ നോക്കാം. ഡെസിഗ്നേറ്റഡ് ഓഫീസർ മീൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 36. സെക്ഷൻ 36 പ്രകാരമാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ നിയമിക്കുന്നത്. സെക്ഷൻ 30 പ്രകാരമാരെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എക്സ്ട്രേനിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അടുത്ത് കണ്ടല്ലോ. എക്സ്ട്രേനിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ എനി മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്, ആഹാരത്തിനകത്തോ, വിച്ച് മേ ബി ക്യാരിഡ് ഫ്രം ദി റോ മെറ്റീരിയൽസ്, പാക്കേജിംഗ് മെറ്റീരിയൽസ്, പ്രോസസ് സിസ്റ്റംസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് മാനുഫാക്ചർ, വിച്ച് ഈസ് ആഡഡ് ടു ഇറ്റ്, ബട്ട് സച്ച് മാറ്റർ ഡസ് നോട്ട് റെൻഡർ സച്ച് ആർട്ടിക്കിൾ ഓഫ് ഫുഡ് അൺസേഫ്. എന്താണ് നമ്മൾ ഈ പാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റോ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ, അതിന് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെടുന്ന കുറച്ച് സബ്സ്റ്റൻസ്, ആ ഫുഡിനകത്ത് വരുന്ന ഒരു മാറ്റർ, എന്തെങ്കിലും ഒരു മാറ്റർ ആയിരിക്കും. പക്ഷെ അത് ഭക്ഷണത്തെ അൺസേഫ് ആക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള മാറ്റേഴ്സിന് എക്സ്ട്രേനിയസ്, അൺനെസസറി എന്നൊക്കെ അർത്ഥമുള്ളൂ. അൺനെസസറി മാറ്റേഴ്സ്, ഇത് ഒരു ഭക്ഷണത്തെ ഇല്ലാതാക്കുന്നില്ല, പക്ഷേ അതിനകത്ത് ഇത് വരേണ്ട കാര്യവുമില്ല എന്ന രീതിയിലാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡിൻ്റെ ഡെഫിനിഷൻ, എനി സബ്സ്റ്റൻസ്, നമ്മൾ കണ്ടു പ്രോസസ്ഡ്, പാർഷ്യലി പ്രോസസ്ഡ്, ദാറ്റ് ഈസ് സെമി പ്രോസസ്ഡ്, അൺപ്രോസസ്ഡ്, വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ, ഇൻക്ലൂഡ് പ്രൈമറി ഫുഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഡിഫൈൻഡ് അണ്ടർ ക്ലോസ് ZK. അപ്പോൾ എന്താണ് പ്രൈമറി ഫുഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്താണ്? സെക്ഷൻ 3 ക്ലോസ് ZK. ഇങ്ങനെയാണ് പ്രൈമറി ഫുഡ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഫുഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, പ്രോസസ്ഡ് ആവാം, പാർഷ്യലി പ്രോസസ്ഡ് മീൻസ് സെമി പ്രോസസ്ഡ് ആവാം, അൺപ്രോസസ്ഡ് ആവാം, വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ഫോർ എന്തിനാണ്? ഹ്യൂമൻ കൺസപ്ഷൻ. ഓൾസോ ഇൻക്ലൂഡ് പ്രൈമറി ഫുഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 3 ക്ലോസ് ZK. അപ്പം ZKയിൽ പ്രൈമറി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് എനി ആൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് being a produce of agriculture or horticulture or animal husbandry, dairying or aquaculture in its natural form. നാച്ചുറൽ ഫോമിലുള്ള ഒരു അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഡയറിങ് ആയിട്ട് ബന്ധപ്പെട്ട് നാച്ചുറൽ ഫോം, വിച്ച് ഇസ് നോട്ട് ഫർദർ പ്രോസസ്ഡ് എന്ന അർത്ഥം അല്ലേ? അപ്പോൾ റിസൾട്ടിങ് ഫ്രം എങ്ങനെ? ഗ്രോയിങ്, റേസിങ്, കൾട്ടിവേഷൻ, പിക്കിംഗ്, ഹാർവെസ്റ്റിംഗ്, കളക്ഷൻ ഓർ ക്യാച്ചിങ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പേഴ്സൺസ് അതർ ദാൻ എ ഫാർമർ ഓർ ഫിഷർമാൻ. അപ്പം പ്രൈമറി ഫുഡ് എന്ന് പറഞ്ഞാൽ കർഷകനോ അല്ലെങ്കിൽ എന്താണ് മത്സ്യക്കച്ചവടമോ ചെയ്യുന്ന ആൾക്കാർ ഒഴിച്ച് ഉള്ള ആൾക്കാരുടെ കയ്യിൽ അവർ ഗ്രോ ചെയ്യുന്നതോ, റൈസ് ചെയ്തതോ, കൾട്ടിവേറ്റ് ചെയ്തതോ, പിക്ക് ചെയ്തതോ, ഹാർവെസ്റ്റ് ചെയ്തതോ, കളക്ട് ചെയ്തതോ, പിടിച്ചതോ ആയ ആർട്ടിക്കിൾസ് ഓഫ് ഫുഡിനെ പ്രൈമറി ഫുഡ് എന്ന് പറയും. ഓക്കെ, ജനറ്റിക്. അപ്പം ഇതാണ് പ്രൈമറി ഫുഡിൻ്റെ ആംബിറ്റ്. അപ്പം ഫുഡിൻ്റെ ഡെഫിനേഷനകത്ത് പ്രൈമറി ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. തുടർന്ന് എന്താണുള്ളത്? പിന്നെ ഫുഡിനകത്ത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർ എൻജിനീയർ ഫുഡ് ഓർ ഫുഡ് കണ്ടെയ്നിങ് സച്ച് ഇൻഗ്രീഡിയൻറ്റ്. ജനറ്റിക്കലി മോഡിഫൈഡ് സബ്സ്റ്റൻസസ് ആഹാരത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഫുഡ് തന്നെയാണ്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഫുഡാണെങ്കിൽ അതാണ്. ജനറ്റിക്കലി എൻജിനീയർ ചെയ്തെടുത്ത ഫുഡാണെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഫുഡ് പ്രൈമറി ഫുഡ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഡെഫിനിഷനകത്ത് വരുന്നതാണ്.
അപ്പോൾ പ്രോസസ്ഡ്, പാർഷ്യലി പ്രോസസ്ഡ്, അൺപ്രോസസ്ഡ്. പിന്നെ പ്രൈമറി ഫുഡിൽ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ബീയിങ് എ പ്രൊഡ്യൂസ് ഓഫ് അഗ്രികൾച്ചർ, ഇറ്റ് ഈസ് ഹാൻഡിൽഡ് ഓർ ക്യാച്ച്ഡ് ബൈ ദീസ് ആക്ടിവിറ്റീസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ പേഴ്സൺ അതർ ദാൻ ഫാർമർ ഓർ ഫിഷർമെൻ. കാരണം അവർക്ക് വേറെ രീതിയിലാണ് അവരെ കാണുന്നത്. അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർ എൻജിനീയർഡ് ഫുഡ് ഓർ ഫുഡ് കണ്ടെയ്നിങ് സച്ച് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇൻഫൻറ്റ് ഫുഡ്, കുട്ടികൾക്കായിട്ടുള്ള ശിശുക്കൾക്കുള്ള ആഹാരം. പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, ആൽക്കഹോളിക് ഡ്രിങ്ക്, chewing gum and any substance including water used in the food during its manufacture or preparation or treatment. Chewing gum ഫുഡാണ്, ആൽക്കഹോളിക് ഡ്രിങ്ക് ഫുഡാണ്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ഫുഡാണ്, ഇൻഫൻറ്റ് ഫുഡാണ്. പിന്നെ ഡസ് നോട്ട് ഇൻക്ലൂഡ്, നേരത്തെ പറഞ്ഞു, അനിമൽ ഫീഡ് ഇല്ല, ലൈവ് അനിമൽസ് ഇല്ല, അൺലെസ് ദേ ആർ പ്രിപ്പയർഡ് ഓർ പ്രോസസ്ഡ് ഫോർ പ്ലേസിങ് ഓൺ ദി മാർക്കറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. ജീവനോടെ നടന്നു പോകുന്ന കോഴി അല്ലേ, കോഴി നടന്നു പോകുന്ന കണ്ടു വെച്ച കോഴി അല്ലേ, ചത്ത കോഴിയെ പൊരിച്ച അല്ലേ മണമെന്നൊക്കെ കിലുക്കത്തി പറയുന്ന പോലെ അതൊക്കെ കഴിക്കാം. ഒരു കോഴി ഇറങ്ങി നടക്കുന്ന കണ്ട് എന്ന് പറയുന്ന പോലെ, കിലുക്കത്തി പറയുന്ന പോലെ അതിന് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് ഫുഡ്. അപ്പം പറഞ്ഞു അതല്ല വച്ച കോഴീൻ്റെ മണം, അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാമെന്ന് പറയുന്നത് അത് ഫുഡാണ്. അപ്പോൾ ലൈവ് അനിമൽസ് അൺലെസ് ദേ ആർ പ്രിപ്പയർഡ് ഓർ പ്രോസസ്ഡ് ഫോർ പ്ലേസിങ് ഓൺ ദ മാർക്കറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷനായിട്ട് പ്രോസസ്ഡ് ഓർ പ്രിപ്പയർഡ് ആയിരിക്കണം. ലൈവ് അനിമൽസിനെ പറ്റില്ല, അത് ഫുഡായിട്ട് കണക്കാക്കുന്നില്ല. പിന്നെ പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ്, ഡ്രഗ്സ് ആൻഡ് മെഡിസിനൽ പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ്, നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. കഞ്ചാവ് ആഹാരം പോലെ കഴിക്കരുതെന്ന് അർത്ഥം. അത് ആഹാരമല്ല, മരുന്ന് ആഹാരമല്ല. നമ്മൾ ആയുർവേദ മരുന്ന് എന്താണ്, ചിലതൊക്കെ നല്ല മധുരമാണെന്ന് പറഞ്ഞ്, ഹോമിയോ ഗുളിക നല്ല മധുരമാണെന്ന് പറഞ്ഞ് എല്ലാം വാരി തിന്നും. അതിന് എന്തെങ്കിലും ഫുഡിന് എന്തെങ്കിലും നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ആക്ട് പ്രകാരം ഒന്നും പോകാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ഫുഡല്ല എന്ന് ഓർക്കുക. ഡ്രഗ്സ് ആൻഡ് മെഡിസിനൽ പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ്, പിന്നെ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഒന്നും ഫുഡല്ല, ആഹാരമല്ല, ഭക്ഷണമല്ല എന്ന് പ്രത്യേകം ഈ നിയമം നിഷ്കർഷിക്കുന്നു. പക്ഷെ നമ്മളെവിടെ കേട്ടിട്ടുണ്ട് അല്ലേ, ഫുഡ് ഈസ് മെഡിസിൻ, മെഡിസിൻ ഈസ് ഫുഡ് എന്ന് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണമെന്ന് പറയും. പക്ഷെ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കരുത്, ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കരുത്, ഭക്ഷണം മരുന്ന് കഴിക്കുന്ന പോലെ വേണം കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്. അതുകൊണ്ട് ആരോഗ്യം നമുക്ക് ക്രമീകരിക്കാം എന്ന് പറയാം. ആ രീതിയിൽ ആഹാരം കഴിക്കാവൂ. പക്ഷെ എനിക്ക് പറയാനുള്ള വോയിസ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫുഡ് ഈസ് മെഡിസിൻ, ആഹാരത്തിലാണ് നമ്മുടെ ആരോഗ്യം ഇരിക്കുന്നതെന്ന് വാസ്തവം. പക്ഷേ ഇവിടെ മെഡിസിനൽ പ്രോഡക്റ്റിനെ ആഹാരമായിട്ട് കാണുന്നില്ല. അപ്പം എക്സ്ക്ലൂഡ് ചെയ്ത ഐറ്റംസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലൈവ് അനിമൽസ് ഫീഡ്, അനിമൽ ഫീഡ്, പിന്നെ പ്ലാന്റ്സ് പ്രോസസ്ഡ്, പിന്നെ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ള എന്താണ് ഈ പറയുന്ന ലൈവ് അനിമൽസ് അല്ലാത്തുള്ള പ്രോസസ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്താണ് പ്ലാന്റ്സ് പ്രയർ ടു ഹാർവെസ്റ്റിംഗ് പറ്റില്ല, ഡ്രഗ്സ് മെഡിസിനൽ പ്രോഡക്ട്സ് പറ്റില്ല, കോസ്മെറ്റിക്സ് പറ്റില്ല, നാർക്കോട്ടിക്സ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഒന്നും ഫുഡല്ല. ഇത് പ്രത്യേകം ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. നോട്ട് ഇൻക്ലൂഡ് ഡെഫിനേഷനിൽ ഇന്ന ലിസ്റ്റ് പറഞ്ഞിട്ട് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയും. അപ്പോൾ അതിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് നോട്ട് ഇൻക്ലൂഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊവൈഡഡ്, അവിടെ വെച്ച് ലിസ്റ്റ് തീരുന്നില്ല എന്നർത്ഥം. ബൈ നോട്ടിഫിക്കേഷൻ ദ ഗസറ്റ്, ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഇതിനെ നമുക്ക് ആഹാരമായിട്ട് എടുക്കാം, ഒരു കാലത്ത് വരികയാണ്. ഓക്കെ, ഇതൊരു ആഹാരം, ഒരു മരുന്ന് മിശ്രിതം അല്ലെങ്കിൽ ഒരു കർക്കിടക കഞ്ഞി നമ്മൾ പറയുന്നത്, അതൊരു മെഡിസിനാണോ അതൊരു ആഹാരമാണോ എന്നൊക്കെ അല്ലേ ഒരു കൺഫ്യൂഷൻ വേണമെങ്കിൽ വരാം. ആഹാരം പോലെ നമ്മൾ കഴിക്കുന്നു അല്ലേ, അതും കവർ ചെയ്യപ്പെടുന്നു. കാരണം അത് പ്രോസസ്ഡ് ചെയ്യുന്നൊരു രീതിയിലാണ് വരുന്നത് അത്. അപ്പം അതും ഒരു മരുന്നാണ്. അപ്പോൾ ഗവൺമെൻറ് തോന്നുകയാണ് ഓക്കെ ഇതിപ്പോൾ ഒരു മെഡിസിനായിട്ട് കഴിക്കുന്ന രീതിയിൽ ഫുഡുണ്ട്, ഇതിനെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരാം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചാൽ അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ബാക്കിയുള്ള ആർട്ടിക്കിൾസിനെയും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇനിയും ലിസ്റ്റ് അപൂർണമാണ്, ഇനിയും ഫുഡിൻ്റെ ഡെഫിനിഷനിൽ ഗവൺമെൻറ്റിന് കാലാനുസൃതം ചേർക്കാവുന്നതാണ് എന്ന് പറയുന്നു. പിന്നെ ഫുഡ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ മീൻസ് എനി സബ്സ്റ്റൻസ് നോട്ട് നോർമലി കൺസ്യൂംഡ് ആസ് എ ഫുഡ് by itself or used as a typical ingredient of the food whether or not it has nutritive value. അതിൽ അഡിറ്റീവ്സ് ചേർക്കും ഫുഡിനെ കുറച്ച് ടേസ്റ്റ് വരാനും അതൊക്കെ ആയിട്ട്. പക്ഷേ അത് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ഫുഡായിട്ട് അത് കൺസ്യൂം ചെയ്തില്ല. ആഹാരം കഴിക്കുമ്പോൾ അതിലൊരു ടേസ്റ്റ് വരും, ഫുഡ് അഡിറ്റീവ്സ് എന്ന രീതിയിൽ ഒരു ടേസ്റ്റ് വരാനായിട്ടൊക്കെ ചേർക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് നോർമലി കൺസ്യൂംഡ് ആസ് എ ഫുഡ്.
by itself or used as a typical ingredient of the food, whether or not it has a nutritional value. Nutritional value ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ, അത് നിർബന്ധമില്ല, ഉണ്ടോ ഇല്ലയോ എന്ന കാര്യമില്ല. പക്ഷേ ഫുഡ് അഡിറ്റീവ് ആയിട്ട് ഒരു സബ്സ്റ്റൻസ് നോർമലി ആഡഡ് ടു ദി ആർട്ടിക്കിൾ ഫുഡ് അല്ലേ, ഇറ്റ്സ് നോട്ട് നോർമലി കൺസ്യൂംഡ് ആസ് എ ഫുഡ് എന്ന് പറയുന്നു. ഫുഡ് അഡിറ്റീവ് എന്താണെന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്ബ്രാൻഡഡ് ഫുഡ് മീൻസ് എന്താണ്? എത്ര അല്ലേ ഇതൊക്കെ സാധനം ഇരിക്കുന്നു നോക്കി. മിസ്ബ്രാൻഡഡ് ഫുഡ്, ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുക, അതൊന്നും കണ്ട് വിശന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിച്ചിട്ട് വരില്ല. അങ്ങനെ വേണമെങ്കിൽ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ, അത് നോക്കണ്ട. ഓക്കെ, മിസ്ബ്രാൻഡഡ് ഫുഡ് എന്താണെന്ന് നോക്കുക. മീൻസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്. മിസ്ബ്രാൻഡഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്, അതാദ്യം ഓർക്കുക. ഇഫ് ഇറ്റ് ഈസ് പെർപേർട്ടഡ് ഓർ ഈസ് റെപ്രസെൻറ്റഡ് ടു ബി ഓർ ഈസ് ബീയിങ്, മിസ്ബ്രാൻഡ് ചെയ്യുക. ഒരു ബ്രാൻഡുണ്ട്, ശരിയായ റൈറ്റ്ലി ബ്രാൻഡ് ചെയ്തെന്ന് പറയും നമ്മൾ, പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ, മിസ്ബ്രാൻഡ് ചെയ്യുക, ഫുഡിനെ മിസ്ബ്രാൻഡ് ചെയ്യുക എന്ന് പറയാം. അതെങ്ങനെ സാധിക്കും? മീൻസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ടു ബി ഓഫേർഡ്, ബ്രാൻഡ് ചെയ്യുക, ഓഫേർഡ് ഓർ പ്രൊമോട്ടഡ് ഫോർ സെയിൽ. എങ്ങനെ? വിത്ത് ഫാൾസ്, മിസ്ലീഡിങ് ഓർ ഡിസെപ്റ്റീവ് ക്ലെയിംസ്. നമ്മുടെ പോപ്പായുടെ സ്പിനാച്ച് അതൊക്കെ, അത് കുറേ കുട്ടികൾ അല്ലേ കാർട്ടൂൺ കണ്ട് കണ്ട് കുറേ പേര് ചീര കഴിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അതാണ് അപ്പം അതാണ് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്, പക്ഷെ അതേപോലെ മസിൽ വന്ന് ഓടി നടന്ന് ഇടിയും ചവിട്ടുമൊക്കെ കൊടുക്കാനുള്ള സാധിക്കില്ല. അത് പ്രത്യേകം ഓർക്കുക. അപ്പം എന്താണ് ഓഫേർഡ് ഓർ പ്രൊമോട്ടഡ് ഫോർ എ സെയിൽ. ഇപ്പം ചില ഭക്ഷണങ്ങളുടെ പരസ്യം നമുക്ക് കാണും, ഇത് കഴിക്കുമ്പോൾ എനർജി വരെയും കൂടെ നടക്കുകയൊക്കെ ചെയ്യുക, അതൊരു മിസ്ബ്രാൻഡ് ചെയ്യുക. അപ്പം എന്താണ്? ഇറ്റ്സ് ആർട്ടിക്കിൾ ഓഫ് ഫുഡ് റെപ്രസെൻറ്റഡ് ടു ബി ഓർ വാസ് ബീങ് ഓഫേർഡ് ഓർ പ്രൊമോട്ടഡ്. എന്തിനാണ്? ഫോർ സെയിൽ വിത്ത് ഫാൾസ്, മിസ്ലീഡിങ് ഓർ ഡിസെപ്റ്റീവ് ക്ലെയിം. മിസ്ലീഡിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ അത് കേട്ട് നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള ക്ലെയിമുകൾ നടത്തുന്നത്. എങ്ങനെയാണ് നടത്തുക? എവിടെ നടത്തുക? അപ്പോൺ ദി ലേബൽ ഓഫ് ദി പാക്കേജ്. ആ മേടിക്കുന്ന ഫുഡ് ഐറ്റംസിൽ ഫുഡ് ആർട്ടിക്കിളിൻ്റെ ലേബലിലുണ്ടാവും. പിന്നെ ത്രൂ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യത്തിലൂടെ നമുക്ക് കാണാം, ചില TV പരസ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സോൾഡ് ബൈ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ആർട്ടിക്കിൾ ഓഫ് ഫുഡ്. ഇപ്പോൾ ടൈഗർ ബിസ്ക്കറ്റ്, ടൈഗറിൻ്റെ സ്പെല്ലിങ്ങിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ വിചാരിക്കും ഇത് ഒറിജിനൽ ടൈഗർ ബിസ്ക്കറ്റിൻ്റെ അത് തന്നെയാണ്. ഹോർലിക്സിൻ്റെ, അത് പല പല മിസ്ബ്രാൻഡ് ഡിസെപ്റ്റീവായിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് ഈ അഡിഡാസിൻ്റെ തന്നെ, അത് ഫുഡല്ല എന്നാലും അഡിഡാസിൻ്റെ അഭിവാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ടുള്ള പോലെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് നമുക്ക് തോന്നും ഇല്ല. അതേപോലെ ഫുഡ് ബ്രാൻഡുകൾ, ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെയൊക്കെ കവറാണെങ്കിൽ അതിൻ്റെ കളറും ബാക്കി എല്ലാം കാര്യം നോക്കുമ്പോൾ ഈ കമ്പനിയുടെ തന്നെ നമുക്ക് തോന്നിപ്പോവും, പക്ഷേ അതായിരിക്കില്ല, ഡിസെപ്റ്റീവ്ലി ആയിട്ടുണ്ട്. അതിനൊക്കെ മിസ്ബ്രാൻഡഡ് എന്ന് പറയും. അപ്പോൾ സോൾഡ് ബൈ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ആർട്ടിക്കിൾ ഓർ ഫുഡ് or offered or promoted for sale under the name of a fictitious individual or company. ചിലപ്പോൾ അങ്ങനെ ഒരു കമ്പനിയോ അങ്ങനെ ഒരാളോ ഉണ്ടാവില്ല, പക്ഷേ അങ്ങനെ ഒരു പേരൊക്കെ വെച്ചിട്ട് ഇതങ്ങ് വിൽക്കും. ആസ് ദി മാനുഫാക്ചർ, ഇങ്ങനെ ഒരാൾ, ഇയാളാണ് മാനുഫാക്ചർ, ഇയാളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് വിൽക്കും. അങ്ങനെയുള്ളതും. പിന്നെ ഇഫ് ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഇൻ പാക്കേജസ് വിച്ച് ഹാവ് ബീൻ സീൽഡ് ഓർ പ്രിപ്പയർഡ് by or at the instance of the manufacturer or producer bearing his name and address എന്ന്. അപ്പോൾ ആദ്യത്തേൽ എന്താണെന്നൊക്കെ വ്യത്യാസം, എയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലേബലിലോ പരസ്യത്തിലൂടെയോ ആണെങ്കിൽ അത്. രണ്ടാമത്തെ ബി പറയുന്നത് ആ പാക്കേജിനകത്താണ് ഈ ആർട്ടിക്കിൾ സോൾഡ് ചെയ്യുന്നത്. അത് സീൽ ചെയ്ത്, കവറൊക്കെ നല്ല സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് പ്രിപ്പയർഡ് മാൻ എന്താണ് ഓർ സീൽഡ് ഓർ പ്രിപ്പയർഡ് ബൈ ഓർ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ മാനുഫാക്ചറർ ഓർ പ്രൊഡ്യൂസർ ബിയറിങ്, അതിനകത്ത് അയാളുടെ പേരും അഡ്രസ്സൊക്കെ വെച്ചായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആൻ ഇമിറ്റേഷൻ, കോപ്പിയടിയാണ്. ഓർ ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് or resembles in a manner likely to deceive another articles of food under the name of which it is sold and is not plainly and conspicuously labeled so as to indicate its true character. ഇമിറ്റേഷൻ ആയിട്ട്, ഇപ്പോൾ നേരത്തെ ഒരു ബ്രാൻഡ് ചെയ്ത പേരും അഡ്രസ്സൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ ചീറ്റോസ് അല്ലെങ്കിൽ ലെയ്സിൻ്റെ അതേ ഡിസൈൻ, ആ കവർ നോക്കുമ്പോൾ പക്ക ഡിറ്റോ, ഒരു മാറ്റവും അതിലില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്ത കവറിൽ നമ്മൾ കവറിൽ ശ്രദ്ധിക്കാത്ത ഒരു സൈഡിൽ ചെറുതായിട്ട് ഇതിൻ്റെ ഒറിജിനൽ പേരും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും.
പക്ഷേ നോക്കുമ്പോൾ ഇത് ഒറിജിനലിൻ്റെ അത് തന്നെ എന്ന രീതിയിൽ തോന്നിപ്പോൾ. റിസംബിൾസ് ഇൻ എ മാനർ ലൈക്ലി, അതാണ് ഇമിറ്റേഷൻ ഓർ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ. അപ്പം ചിലപ്പോൾ ഒരു കമ്പനി അതിൻ്റെ ഒരു കച്ചവടം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചീറ്റോസ് എന്ന് പറഞ്ഞാൽ, ചീറ്റോസ് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പോൾ ചീറ്റോസ് ആണെങ്കിൽ എന്താണ്, അതിന് പ്രത്യേക ഡിസൈനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചീറ്റോസ് നിർത്തി എന്നിരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞപ്പം അതേപോലെ അപ്പം സാധാരണ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വിചാരിക്കും അവർ വീണ്ടും തിരിച്ച് വന്നു എന്ന് വിചാരിക്കും. നമ്മളത് മേടിച്ച് വീണ്ടും കഴിച്ചു തുടങ്ങും, എല്ലാ കാര്യങ്ങളും ഫുഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ആ കവറിൽ കോൺസ്പീക്വസ് ആയിട്ടുള്ള പാർട്ടിലല്ലാതെ, നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പാർട്ടിലല്ലാതെ ഒരു സൈഡിൽ ഒറിജിനലിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതും മിസ്ബ്രാൻഡഡായ ഐറ്റമാണ്. അത് തീർന്നില്ല. അപ്പോൾ ആദ്യത്തേൽ റെപ്രസെൻറ്റേഷൻ ലേബിൾ ഇൻ ത്രൂ അഡ്വർടൈസ്മെൻറ്റ് ഓർ ഇൻ ദ ലേബിൾ. രണ്ടാമത് പാക്കേജ് ചെയ്തായിട്ട് വരികയാണെങ്കിൽ ഇമിറ്റേഷൻ ഓർ റിസംബിൾ. ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. പിന്നെ പാക്കേജസ് കണ്ടെയ്നിങ് ദി ആർട്ടിക്കിൾ ഓർ ദ ലേബിൾ ഓൺ ദ പാക്കേജ് ബേസ് എനി സ്റ്റേറ്റ്മെൻറ്റ്, ഡിസൈൻ or device regarding the ingredients of the substance contained therein which is false and misleading in any material particular or if the package is otherwise deceptive with respect to its content. ഇപ്പം ഓറിയോ ബിസ്ക്കറ്റിൽ എവിടെയാണ് ഓറിയോ ക്രീം ഉള്ളത് എന്ന് ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓറിയോയിൽ ഈ പറയുന്ന മിൽക്ക് എത്രയൊക്കെ കണ്ടൻറ്റ് ഉണ്ട്. ഇപ്പോൾ ചില ബിസ്ക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ആരോ റൂട്ടിൻ്റെ ഒക്കെ ബിസ്ക്കറ്റ് ഉണ്ട്. ആരോ റൂട്ടിൻ്റെ ഒക്കെ ബിസ്ക്കറ്റ് നോക്കുകയാണെങ്കിൽ എത്രത്തോളം അതിൻ്റെ കണ്ടൻറ്റ്, ബിസ്ക്കറ്റിൻ്റെ കണ്ടൻറ്റ് അതിലുണ്ട്, ഫ്ലോർ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ചേർത്തിട്ടുണ്ട്. ആ കണ്ടൻറ്റുകളിൽ തന്നെ ചിലപ്പോൾ അതിനകത്ത് ഇല്ലാത്തതായിരിക്കും ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് തന്നെ ആഡ് ചെയ്ത് വിടും. നമ്മൾ വിചാരിക്കും ഇതിനകത്ത് ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ എന്ന് വിശ്വസിച്ച് നമ്മൾ ആഹാരം കഴിക്കും. പക്ഷേ ശരിക്കും ഈ പറയുന്ന കണ്ടൻറ്റുകളൊന്നും ചേർത്തിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു കാര്യം വരും. ഡിവൈസ് റിഗാർഡിങ് എന്താണ്, ഡിസൈൻ റിഗാർഡിങ് ദ ഇൻഗ്രീഡിയൻസ് ഓർ ദ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ therein which is false, misleading in any material particular if the package is otherwise deceptive or with respect to its content. അപ്പോൾ എന്താണ്, പാക്കേജ് ബെയറിംഗ് എനി സ്റ്റേറ്റ്മെൻറ്റ്, ഡിസൈൻ ഓർ ഡിവൈസ് റിഗാർഡിംഗ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ സബ്സ്റ്റൻസസ് കണ്ടെയ്ൻഡ് therein. അതിനകത്ത് പക്ഷേ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നതിനകത്ത് ഈ പറഞ്ഞ ഫുഡ് സബ്സ്റ്റൻസിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ട് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ പോയിൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷേ ആ പേര് പോലെ ഉള്ള കാര്യം, ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ അംശമായിരിക്കില്ല അതിനകത്ത് കൂടുതലായിട്ടുള്ള. നിങ്ങൾ ആരോ റൂട്ടിൻ്റെ ആ ബിസ്ക്കറ്റിൽ ആരോ റൂട്ട് എന്ന് പറയുന്നത് അത് എത്രത്തോളം ചേർത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ആ ബിസ്ക്കറ്റ് അവൈലബിൾ ആണെന്നറിയില്ല, അത് വെറും ഒരു നെഗ്ലിജിബിൾ ആയിട്ടുണ്ട്, പോയിൻറ്റ് സംതിങ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ വേറെ കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരിക. അപ്പോൾ പേരിന് അന്വർത്ഥമായിട്ടുള്ള ഒരു കാര്യം കുറവാണ് അതിൽ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പല പല ഫുഡുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇൻഗ്രീഡിയൻറ്റ് സംബന്ധിച്ച് സോ ഇറ്റ് വിൽ ബി മിസ്ലീഡിങ്. ഓക്കെ, ഇത് ആരോ റൂട്ടായിരിക്കും കൂടുതലായിട്ടുള്ളത് എന്ന്. കൂവ അല്ലേ, കൂവയല്ലേ നമ്മൾ ആരോ റൂട്ടെന്ന് പറയാം. അപ്പോൾ കൂവ പൊടി അത് അത്രയും ഉണ്ടാവില്ല. അത്രയും ചില ബിസ്ക്കറ്റിൽ ചിലപ്പോൾ ഇപ്പം ഉണ്ടാവുമായിരിക്കും. കണ്ടൻറ്റൊക്കെ കറക്റ്റ്, അതൊക്കെ ഈ കണ്ടൻറ്റ് ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയൊക്കെ നോക്കേണ്ട ഈ FSSAI അവരുടെ ഒരു അതോറിറ്റിയിൽ ഇതൊക്കെ വരും. അതൊക്കെ സയൻസ് ബേസ്ഡ് ക്വാളിറ്റീസ് ടൈപ്പ് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ ഇതൊരു മിസ്ബ്രാൻഡഡ് ആണെന്ന് ഇവർ തന്നെ അത് പറയും. അപ്പം അങ്ങനെ വ്യാജമായ രീതിയിൽ ഇത് പറയുകയാണെങ്കിൽ മിസ്ബ്രാൻഡഡ് എന്ന് പറയും. പിന്നെ ദ ആർട്ടിക്കിൾ ഓഫേർഡ് ഫോർ സെയിൽ ആസ് ദി പ്രോഡക്റ്റ് ഓഫ് എനി പ്ലേസ് ഓർ കൺട്രി വിച്ച് ഈസ് ഫോൾസ്. ഇപ്പം വാഴപ്പള്ളി പൈന, ഡാർജിലിംഗ് ടീ എന്ന് പറയുന്നൊരു കാര്യം. അത് രാമശ്ശേരി ഇഡലി ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ രുചിയുള്ള പാൽപ്പായസം എന്ന് പറഞ്ഞ് വിൽക്കും. അമ്പലപ്പുഴ പാൽപ്പായസം അവിടുത്തെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് അവിടുത്തെ ആ കിണറ്റിലെ മണിക്കിണറിലെ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഇന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ട് ഇതിവിടെ കൊണ്ട് വിൽക്കും. അല്ലെങ്കിൽ ഇത് അങ്ങനെ എടുത്തതാണ്. വാഴപ്പള്ളി പൈനാപ്പിൾ, നമ്മൾ വാഴപ്പള്ളി പൈനാപ്പിൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞിട്ട് ഒരു തേയിലപ്പൊടി തരും, സിലോൺ ടീ എന്ന് പറഞ്ഞിട്ട് തേയിലപ്പൊടി കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ അവിടെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. നമ്മളിപ്പോൾ മൂന്നാറിലായിരിക്കും ചിലപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ നമ്മളതൊന്നും അറിയില്ല. ഓക്കെ, അപ്പം ഈ പേരൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ മേടിക്കും. ഓ, അവിടുത്തെയാണ്, അത്രയും വാല്യൂ ഉള്ള സാധനമാണ്. സിലോൺ ടീ എല്ലാവരെയും കൊണ്ട് കാണിക്കും, സിലോൺ ടീ എന്നൊക്കെ പറഞ്ഞ്. അത് അമ്പലപ്പുഴ പാൽപ്പായസം അത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വിൽക്കും. നമ്മളത് പോയി മേടിക്കും. പക്ഷേ അത് മിസ്ബ്രാൻഡഡ് ആണ്. പിന്നെയുള്ള കാര്യം, ഇഫ് ദ ആർട്ടിക്കിൾ കണ്ടെയ്ൻഡ് ഇൻ ദി പാക്കേജ്, ഇനി ആ പാക്കേജിൻ്റെ അകത്ത് കണ്ടെയ്ൻസ് ഇനി ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്,
ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് നടത്തി, കളറിംഗ് ഓർ കെമിക്കൽ പ്രിസർവേറ്റീവ്, ആൻഡ് ദി പാക്കേജ് is without a declaratory label stating that fact or is not labeled in accordance with the requirements of this act or regulations made thereunder or is in contravention thereof. നേരത്തെ അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യം, പബ്ലിക്കേഷൻ, ലേബിൾ കണ്ടു. രണ്ടാമത് പാക്കേജ് സംബന്ധിച്ച് അതിനകത്തൊക്കെ നമ്മൾ എങ്ങനെ മിസ്ലീഡ് ചെയ്യുന്നു. മൂന്നാമത് ഇതിൻ്റെ അകത്ത് ഉള്ള കണ്ടൻറ്റിന് എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുക, അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ചേർക്കുന്നു, കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, കളേഴ്സൊക്കെ ചേർത്ത് കൊണ്ടുവരുന്നു. അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഫ്ലേവറിങ് വരുമ്പോൾ ആ ഒരു മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. ചെറിയ ബിസ്ക്കറ്റിനൊക്കെ ഇത് മിൽക്ക് ബിസ്ക്കറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ബ്രെഡ് ഇത് തന്നെയാണ്. ഈ ടേസ്റ്റ് ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബ്രെഡ് പ്രോഡക്റ്റ്സ് നമ്മൾ മേടിച്ച സമയത്ത് ഇതിൽ ഇന്ന കണ്ടൻറ്റ് കൂടുതലാണ് ഇങ്ങനെ പറഞ്ഞ്, അത് ഈ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് ബ്രെഡിന് ഈ ടേസ്റ്റ് വരുന്നത്, അല്ലാതെ ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്തില്ല എന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റീസ് അവർ റെയ്ഡ് നടത്തി കുറേ ബ്രെഡ് പാക്കറ്റ്സൊക്കെ അതിൻ്റെയൊക്കെ ഞാൻ പേര് പറയുന്നത് എനിക്ക് ഡിഫമേഷനൊക്കെ വരുമായിരിക്കും, അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണ് പല ആ ഒരു വാർത്ത ഉണ്ടായിരുന്നു ആ സമയത്ത്, പല ബ്രെഡ് കമ്പനീസിൻ്റെയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഒരാഴ്ച 2 ആഴ്ച അവിടെ നല്ല ഇൻസ്പെക്ഷനൊക്കെ നടത്തി. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിനുശേഷം നിങ്ങളൊരു ബ്രെഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ പഴയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് വാർത്തയിൽ നിന്നും പയ്യെ മാറി പോയപ്പോൾ ഇപ്പോൾ എന്താ വീണ്ടും അതേ ടേസ്റ്റുകൾ പഴയതൊക്കെ ഈ കണ്ടൻറ്റൊക്കെ ആഡ് ചെയ്ത്, വിച്ച് ഈസ് ഇഞ്ചൂറിയസ് ടു ദി ഹെൽത്ത് ഓൾസോ. അത് കാർസിനോ ഉള്ള ക്യാൻസർ കോസ് ചെയ്യുന്ന കാര്യങ്ങൾ വഴി അതിനകത്തുണ്ട്. അതിപ്പോഴും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാർത്തയിലില്ലാത്തത് കൊണ്ട് ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു വാർത്ത വരാൻ സമയമില്ല. കാരണം എന്താണ്, ഒരു സിനിമയിൽ പറയുന്ന പോലെ അല്ലേ, ആന ചത്ത വാർത്ത മനുഷ്യൻ ചാകുന്നവരെ എന്ന് പറയുന്ന പോലെ ഈ വാർത്തകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കുറഞ്ഞ് വരുമ്പോൾ അതിനെക്കാട്ടി മുകളിൽ പ്രാധാന്യം വരുമ്പോൾ ആൾക്കാർ അതിൻ്റെ പിറകെ പോകും. അപ്പോൾ ഇത് പയ്യെ ഇതിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഫുഡിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഡീഷണൽ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത് വരികയാണ്. അപ്പം അത് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, കളർ വരാൻ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുക. ചിലപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കളറായിരിക്കില്ല. കളർ ഇപ്പോൾ ലഡുവിൻ്റെയൊക്കെ കളറൊക്കെ ഈ മഞ്ഞ കളറൊക്കെ അത് ഏകദേശം മഞ്ഞളോ അതൊക്കെ വേറെ എന്തെങ്കിലും നാച്ചുറലായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം ചേർക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സൊക്കെ ചേർക്കാം. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഈ നിയമപ്രകാരം പറയുന്ന രീതിയിൽ അതിൻ്റെ ലേബിളിൽ ഇന്ന കാര്യങ്ങൾ കണ്ടൻസൊക്കെ കാണിക്കണം എന്ന് പറയുന്ന രീതി അതൊന്നും കാണിക്കാതിരിക്കുകയാണെങ്കിലോ, ഈ ആക്ടിന് എതിരായിട്ട് ഈ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ലേബലിലുണ്ടെങ്കിലോ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഈസ് ഓഫേർഡ് ഫോർ സെയിൽ ഫോർ സ്പെഷ്യൽ ഡയറ്ററി യൂസസ് unless its label bears such information as may be specified by regulation concerning its vitamins, minerals or other dietary properties in order to sufficiently inform its purchaser as to the value for such use. പിന്നെ അപ്പം നേരത്തെ കണ്ടത് എന്താണ്, കെമിക്കൽസോ അഡിറ്റീവ് ഫ്ലേവേഴ്സോ ലേബലിൽ ഈ ആക്ട് പറയുന്ന രീതിയിൽ ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് ഒരു സ്പെഷ്യൽ ഡയറ്ററി യൂസ് എന്ന് പറയും. എന്താണ് ഇത് ഇന്ന ആഹാരം, ഇപ്പോൾ കോൺഫ്ലെക്സ് ഇത് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ഓട്സ് എന്ന് കഴിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഡയറ്ററി യൂസിന് വേണ്ടി മാത്രം ഫോർ ഹോർലിക്സ് ഫോർ വിമൻ അല്ലെങ്കിൽ ഫോർ ഷുഗർ പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടാവും ഇല്ലേ. അപ്പം അങ്ങനെയുള്ള ലേബലൊക്കെ കൊടുത്തിട്ട് ഇത് കൺസേണിങ് എന്താണ്, as information may be specified by regulation concerning its vitamin, minerals or other dietary properties in order to sufficiently inform its purchaser as to its value for such use. അപ്പോൾ ഇത് മേടിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വാല്യുബിൾ കണ്ടൻറ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എനർജൈസർ ബൂസ്റ്റ് കുടിച്ചാൽ നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എത്രയത്ര നിങ്ങളെ ഉണർത്തും, നിങ്ങൾ നെർവുകളെ റിജുവനേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ, അത് കറക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ അത് മിസ്ബ്രാൻഡ് ചെയ്യാൻ കൊണ്ടുവരാം. ഇറ്റ് വിൽ ബി ഡിസീവിങ് ആൻഡ് ഈസ് നോട്ട് കോൺസ്പീസ്ക്വസ്ലി ഓർ കറക്റ്റ്ലി സ്റ്റേറ്റഡ് ഓൺ ദി ഔട്ട്സൈഡ് thereof within the limits of the variability laid down under this act. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ എന്താണ്, അധികം ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഒരു കവറിൽ ലേബലിന് അധികം ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവയ്ക്കും. പക്ഷെ അത് കറക്റ്റ്ലി സ്റ്റേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ്ലി സ്റ്റേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്ത എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും എന്ന് വെച്ചാൽ അതിലെന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നർത്ഥം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ
ഇതിനെയൊക്കെ നമ്മൾ മിസ്ബ്രാൻഡഡ് ഡ്രഗ്സ് എന്ന് പറയും. തീർന്നില്ല. ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ് വെദർ ഹോളി ഓർ ഇൻ പാർട്ട്. അതിനകത്ത് ഒറിജിനൽ അതിനകത്ത് വേണ്ട കാര്യത്തിന് മാറ്റി ഒരു ചീപ്പായിട്ടുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ചെയ്യുന്നത് ബൈ അഡീഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഓർ ആസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ്. ഒരു ഡയറക്റ്റ്ലി ഒരു സബ്സ്റ്റൻസ് അഡിറ്റീവ് ആഡ് ചെയ്യുക വിച്ച് ഈസ് നോട്ട് പെർമിറ്റഡ്, അത് ചേർക്കാൻ പാടില്ലാത്ത ചേർക്കുകയാണെങ്കിൽ, ഓർ ബൈ അബ്സ്ട്രാക്ഷൻ ഹോളി ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ്. ഈ പറഞ്ഞ നേരത്തെ ആറ് റൂട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞതുപോലെ അത് കുറച്ചൊരംശം മാത്രമോ അത് ഉള്ളതുപോലെയൊക്കെ കാണിക്കും, പക്ഷെ അതിനകത്ത് ശരിക്കും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ. ആൻഡ് ബൈ ദ ആർട്ടിക്കിൾസ് ബീൻ സോ കളർ ഫ്ലേവർ കോട്ടഡ് പൗഡർ ഓർ പോളിഷ്ഡ് ആസ് ടു ഡാമേജ് or conceal the article to make it appear better or of greater value than it really is. എന്താണ് ഈ പറയുന്ന ഒറിജിനലായ സാധനം അതിൻ്റെ കളർ ചെയ്ത് ഫ്ലേവർ ചെയ്ത് കോട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് അല്ലേ എല്ലാം ചെയ്യുന്നത് എൻ്റെ ഡാമേജ് ഇതിൻ്റെ അകത്തുള്ള അത്രയും വൃത്തികെട്ടതായ സാധനം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി ഇല്ലേ, ആസ് ടു കൺസീൽ ദി ആർട്ടിക്കിൾ ഓർ ടു മേക്ക് ഇറ്റ് അപ്പിയർ ബെറ്റർ ഓർ ഓഫ് ഗ്രേറ്റർ വാല്യൂ. ആ കളറ് കണ്ട് തന്നെ വായിലല്ലേ കഴിക്കാൻ തോന്നും. അതിന് എന്താണ് വെള്ളം വരുമെന്ന് പറയും. നമ്മൾ ചില ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ ചിലത് കാണും, ഫുഡ് പ്രിപ്പറേഷനൊക്കെ വന്ന വീഡിയോസൊക്കെ എടുത്തോണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആഹാരം കഴിക്കാനേ തോന്നൂല. ആ രീതിയിലാണ്. പക്ഷേ ആ കളറൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല രസം, നല്ല എന്താണ് കഴിച്ച് പോകുമ്പോൾ ഇങ്ങനെ എരിഞ്ഞ് പോണ പോലെ തോന്നും. എരിഞ്ഞ് പോണത് തന്നെയാണ്, ഉള്ളിലൊക്കെ എന്തോ കത്തി കത്തി പോകുന്ന പോലെ തന്നെയാണ് ഈ സാധനം. അപ്പം അത് സൂക്ഷിക്കുക അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കളർ ചെയ്ത് അതിന് ഗ്രേറ്റർ വാല്യൂ ഉണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലോ ബൈ ദ പ്രസൻസ് ഓഫ് എനി കളറിംഗ് മാറ്റർ ഓർ പ്രിസർവേറ്റീവ്സ് അതർ ദാൻ സ്പെസിഫൈഡ് ഇൻ റെസ്പെക്ട്. ഒരു പറഞ്ഞതല്ലാത്ത അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രിസർവേറ്റീവ്സ് അല്ലാത്ത വേറൊരു കളറിംഗ് മാറ്ററോ പ്രിസർവേറ്റീവ്സോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്ബ്രാൻഡഡ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ആ ഡെഫിനിഷൻ വരുന്നത്. പിന്നെയോ ബൈ ദി ആർട്ടിക്കിൾസ് ബീൻ ഇൻഫെക്റ്റഡ് ഓർ ഇൻവെസ്റ്റഡ് കൃമിയോ പുഴുക്കളോ എന്തെങ്കിലും ഇൻസെക്റ്റുകളായിട്ട് ഇൻഫെക്റ്റ് ചെയ്യപ്പെട്ട അതാണെങ്കിൽ മിസ്ബ്രാൻഡഡ് ഫുഡ്. ഓക്കെ, ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ബീങ് പ്രിപ്പയർഡ് പാക്ഡ് ഓർ കെപ്റ്റ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻ, വൃത്തിഹീനമായ സ്ഥലത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ, ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ബീങ് മിസ്ബ്രാൻഡഡ് ഓർ സബ്സ്റ്റാൻഡേർഡ് ഓർ ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ, ബൈ വെർച്യൂ ഓഫ് കണ്ടെയ്നിങ് പെസ്റ്റിസൈഡ്സ് ആൻഡ് അതർ കണ്ടാമിനൻസ് ഇൻ എക്സസ് ഓഫ് ക്വാണ്ടിറ്റീസ് സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ്. അപ്പം ഓരോരുത്തരൊക്കെ ഒരു ഇത്രയൊക്കെ ആവാം, ഒരു പരിധി വരെ ആവാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള കീടനാശിനികളുടെ പ്രസൻസോ ഫുഡിനകത്ത് കീടനാശിനികളുടെ പ്രസൻസോ പിന്നെ മിസ്ബ്രാൻഡ് ചെയ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രേനിയസ് മാറ്റേഴ്സോ അല്ലെങ്കിൽ എന്താണ് വൃത്തിഹീനമായ ഒരു കണ്ടീഷനിൽ പ്രിപ്പയർ ചെയ്യുന്നതും പാക്ക് ചെയ്തൊക്കെ വരുന്നതാണെങ്കിലും അതിനകത്ത് വേംസോ പുഴുക്കളോ ഇൻസെക്റ്റോ എന്തെങ്കിലും ചെള്ള് അതൊക്കെയുള്ള രീതിയിലുള്ള ഫുഡ്സ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് പല്ലിയൊക്കെ കിട്ടുകയാണെങ്കിൽ, പല്ലിയുടെ വാലോ അതൊക്കെ എലിയുടെ വാലൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇതെല്ലാം കൂടി വരുമ്പോൾ മിസ്ബ്രാൻഡഡ് അല്ലേ, ഇതെല്ലാം കൂടി വരുമ്പോൾ എന്താണ് പറയുക മിസ്ബ്രാൻഡഡ് ഫുഡ് എന്ന്. അപ്പോൾ ഇങ്ങനെ 12 തരത്തിൽ 3 വിഭാഗമായിട്ടാണ് മിസ്ബ്രാൻഡഡ് ഫുഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു കഥ പോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്ലാസ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കേട്ട് വരികയാണെങ്കിൽ ആ കാര്യങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അത് ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റും. കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഇതൊക്കെ മിസ്ബ്രാൻഡഡിൻ്റെ അകത്ത് വരുന്നതാണ് എന്ന് മനസ്സിലാകും. പിന്നെ വരുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ വരാം. പാക്കേജ് വേണമെങ്കിൽ ഡെഫിനിഷനിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. മീൻസ് പ്രീ പാക്ക്ഡ് ബോക്സ്, പ്രീ പാക്ക് ചെയ്യുന്ന ബോക്സ്, ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ, കാസ്കറ്റ് പെട്ടി, ടിൻ അറിയാലോ, ബാരൽ, കേസ്, പൗച്ച്, റെസെപ്റ്റക്കിൾ, സാക്ക് സഞ്ചി, ബാഗ്, റാപ്പർ ഓർ സച്ച് അതർ തിങ്സ് ഇൻ വിച്ച് ആൻ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഈസ് പാക്ഡ്. ആർട്ടിക്കിൾ ഓഫ് ഫുഡ് പാക്ക് ചെയ്യപ്പെടുന്ന ഏതൊരു കാര്യത്തിനെയും പാക്കേജ് എന്ന് വിളിക്കും. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് ഫുഡിനകത്ത് വാട്ടർ ഉണ്ട് എന്ന് പറയുന്നു, ഉണ്ടെന്ന് പറയുന്നില്ല, വാട്ടർ ഉണ്ട്. അപ്പം ബോട്ടിലിനകത്ത് വരാം. പായസം ബോട്ടിൽ, അപ്പോൾ നമ്മൾ ചില കടയിൽ പായസം മേടിക്കില്ല ബോട്ടിലിനകത്ത്, അത് പാക്കേജ് എന്ന ഡെഫിനിഷനകത്ത് വരും. ഓക്കെ, നെക്സ്റ്റ് റിസ്ക് അസസ്മെൻറ്റ്. ഇനി ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അവർ ഓരോ ഭക്ഷണത്തിലുള്ള ഈ സയൻറ്റിഫിക്കലി അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുമ്പം പല കാര്യങ്ങൾ ശ്രദ്ധിക്കും. റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്ട്രാറ്റജി എന്തൊക്കെയാണെന്ന് നോക്കും.
അപ്പോൾ അതിൽ റിസ്ക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുമെന്ന് നോക്കണം. റിസ്ക് അസസ്മെൻ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 3 ക്ലോസ് ZO അതിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മീൻസ് എന്താണ്? സയൻറ്റിഫിക്കലി ബേസ്ഡ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് ഫോളോയിങ് സ്റ്റെപ്പ്. ഇല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ റിസ്ക് അസസ്മെൻ്റ് എന്ന ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലേ ഏതില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യേണ്ട ഡെഫിനിഷനാണ്. അതിൽ റിസ്ക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ 1, ഹസാർഡ് ക്യാരക്ടറൈസേഷൻ 2, എക്സ്പോഷർ അസസ്മെൻറ്റ്, പിന്നെ റിസ്ക് ക്യാരക്ടറൈസേഷൻ. ഈ 4 മെത്തേഡിലൂടെയാണ് എടുക്കുന്നത്. ഒരു ഫുഡ് അല്ല ആർട്ടിക്കിൾ ഓഫ് ഫുഡിൻ്റെ റിസ്ക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, എന്താണ് ഇതിനുള്ള ഒരു ന്യൂനത അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നം എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ ഹസാർഡിനെ അത് ക്യാരക്ടറൈസ് ചെയ്യുന്നു. ഏത് കാറ്റഗറിയിൽ പെടുത്താം? ഇപ്പം മിനിമം ഹസാർഡ്, മാക്സിമം ഹസാർഡ്, മീഡിയം ഹസാർഡ് എന്ന രീതിയിൽ വേണമെങ്കിൽ ക്യാരക്ടറൈസ് ചെയ്യാം. പിന്നെ അതിൻ്റെ എക്സ്പോഷർ അസസ്മെൻറ്റ്, ഇത് പുറത്തിങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ ബാധിക്കാം. ദെൻ റിസ്ക് ക്യാരക്ടറൈസേഷൻ, ഇത് റിസ്ക് ഹൈലി റിസ്ക് അല്ലെ, ഇപ്പോൾ യെല്ലോ ഓറഞ്ച് അലർട്ട് എന്ന പോലെ ചിലപ്പോൾ റിസ്ക് എന്താണ് ക്യാരക്ടറൈസേഷൻ ചെയ്ത് ഇതിനകത്ത് ഈ ഒരു ഫുഡ് ആർട്ടിക്കിളിനെ കൊണ്ടുവരാം എന്ന രീതി വയ്ക്കുക. അപ്പം ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡിനെയാണ് റിസ്ക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ, ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്താൽ എന്താ, പിന്നെ ക്യാരക്ടറൈസ് ചെയ്യുക. ക്യാരക്ടറൈസ് ചെയ്താൽ അതിന് എത്രത്തോളം അസസ് ചെയ്യുക, അതിൻ്റെ എക്സ്പോഷർ ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് ബാധിക്കുന്നതനുസരിച്ച് റിസ്ക് ക്യാരക്ടറൈസ് ചെയ്യാം. അപ്പം ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ, ദെൻ അസസ്മെൻറ്റ്, ദെൻ റിസ്ക് ക്യാരക്ടറൈസേഷൻ. റിസ്ക് ക്യാരക്ടറൈസേഷൻ വരുന്നത് അവസാനം. അപ്പോൾ ആദ്യം ഹസാർഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഹസാർഡ് ഐഡൻറ്റിഫൈ ചെയ്തു, ക്യാരക്ടറൈസ് ചെയ്തു, എന്നിട്ട് ആൻഡ് അസസ്മെൻറ്റ്, അത് എക്സ്പോസ് ചെയ്ത അസസ്മെൻറ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത്. പിന്നെ ആൻഡ് ഫ്രം ദാറ്റ് ഡേറ്റ വി ക്യാൻ പ്ലേസ് ഇറ്റ് ഇൻ ദി കാറ്റഗറി ത്രൂ റിസ്ക് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ ഈ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ, ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ, പിന്നെ എക്സ്പോഷർ അസസ്മെൻറ്റ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ. എക്സ്പോഷർ അസസ്മെൻറ്റ്, ക്യാരക്ടറൈസേഷൻ, ഹസാർഡിൻ്റെ ഇത് 3 വന്നതിന് ശേഷം പിന്നെ റിസ്ക് ക്യാരക്ടറൈസേഷൻ. ഇങ്ങനെ ഒരു ലെക്ചർ നോട്ട് എങ്ങനെ എഴുതി വെച്ചാൽ അതങ്ങ് നിൽക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് എഴുതാൻ പറ്റും. ഡെഫിനിഷൻ ചോദിക്കാം, മാർക്ക് വെറുതെ കളയണ്ട, ഇങ്ങനെ വരികയാണെങ്കിൽ അത് എഴുതണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ. റിസ്ക് ക്യാരക്ടറൈസേഷൻ കഴിഞ്ഞാൽ MNO കഴിഞ്ഞാൽ PZP അല്ലേ, കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. റിസ്ക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇൻട്രാക്ഷനാണ്. അപ്പോൾ ഡെഫിനിഷൻ കാണാതെ പഠിക്കാതെ നിൽക്കേണ്ട. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻറ്ററാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഒപ്പീനിയൻസ് ത്രൂ റിസ്ക് അനാലിസിസ് പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഇൻറ്ററാക്ഷൻ എന്ന വാക്ക് അവിടെ നിർബന്ധമാണ്. ഇൻറ്ററാക്റ്റീവ് എക്സ്ചേഞ്ച് എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് ഒപ്പീനിയൻ. അപ്പോൾ റിസ്ക് അസസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഇതിന് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് കമ്മ്യൂണിക്കേറ്റ് ഇൻഫോം ചെയ്യുക. എങ്ങനെ? ത്രൂ ഔട്ട് ദ റിസ്ക് അനാലിസിസ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയുള്ള ഇൻറ്ററാക്റ്റീവ് എക്സ്ചേഞ്ച്. കൺസേണിങ്, എന്താണ് കൺസേൺ ചെയ്യുന്നത്? റിസ്ക് റിലേറ്റഡ് ഫാക്ടേഴ്സ്, റിസ്ക് പെർസെപ്ഷൻ, ഇങ്ങനെയൊക്കെ റിസ്ക് ഉണ്ടാകാം. റിസ്ക് അസസേഴ്സ്, റിസ്ക് മാനേജേഴ്സ്, കൺസ്യൂമർ. അപ്പം ഇത് 3ആയിട്ട് നമുക്ക് തിരിക്കാം. ആദ്യം ഇൻറ്ററാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഓർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ത്രൂ ഔട്ട് ദി റിസ്ക് അനാലിസിസ് പ്രോസസ്സ്. റിസ്ക് അനാലിസിസ് പ്രോസസ്സ് നടക്കുമ്പോൾ നടക്കുന്ന ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ ഒപ്പീനിയൻ, അവരുടെ അഭിപ്രായങ്ങൾ. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങൾ, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള അറിവുകൾ? എന്താണ്? കൺസേണിങ് റിസ്ക് റിലേറ്റഡ് ഫാക്ടേഴ്സ്, റിസ്ക് പെർസെപ്ഷൻ. ഈ 3 തരത്തിലുള്ള ഇതിൽ വരാവുന്ന ഈ ഫുഡ് ഇതിന് അനുമതി കൊടുക്കുകയാണെങ്കിൽ അതിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ വരുന്ന റിസ്ക് എന്താണ്, ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന റിസ്ക് റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്താണ്, റിസ്ക് പെർസെപ്ഷൻസ് എന്താണ്, ഇത് എങ്ങനെയൊക്കെ അത് ബാധിക്കുമെന്ന് പെർസീവ് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഈ കാര്യങ്ങളെ പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻ
ഈ കമ്മ്യൂണിക്കേഷൻ ആരാ നടത്തുന്നത്? കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് വേറെ ആരുമല്ല, റിസ്ക് അസസേഴ്സ്, റിസ്ക് മാനേജേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇൻഡസ്ട്രി, academic community and other interested parties, including the explanation of risk assessment findings and the basis of risk management decisions. Okay. Interactive exchange of information, opinion. First. Okay. About what? About എന്തിനെ പറ്റി? risk related factors, risk perceptions. Okay. ഇവർ ആരൊക്കെയാണ് അതിനെപ്പറ്റി സംസാരിക്കുക? റിസ്ക് അസസ് ചെയ്യുന്നവർ, റിസ്ക് അനാലിസ്റ്റുകൾ, റിസ്ക് മാനേജേഴ്സ്, കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കൾ, ഇൻഡസ്ട്രി, അക്കാഡമിക് കമ്മ്യൂണിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതിനകത്ത് എന്തൊക്കെ വരും? ഇൻക്ലൂഡിങ് ദി എക്സ്പ്ലനേഷൻ ഓഫ് റിസ്ക് അസസ്മെൻറ്റ്, ആ റിസ്ക് അസസ്മെൻറ്റ് നടത്തിയുള്ള അതിൻ്റെ ഫൈൻഡിങ്സ് ആൻഡ് ദ ബേസിസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. അതിനകത്ത് ഈ കമ്മ്യൂണിക്കേഷനകത്ത് റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ്ങും വരും. അസസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കും. ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന കാര്യങ്ങളെ പറ്റിയുള്ള കമ്മ്യൂണിക്കേഷനും ഇൻട്രാക്ഷനും ഒരു റിസ്ക് എന്താണ് അസസേഴ്സോ മാനേജേഴ്സോ കൺസ്യൂമേഴ്സോ അക്കാഡമിക് കമ്മ്യൂണിറ്റിയോ നടത്തുന്നതിനെ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് പറയും? റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പോൾ 3 പാർട്ട്: ഇൻട്രാക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഒപ്പീനിയൻസ് ത്രൂ ഔട്ട് ദി പ്രോസസ്. പിന്നെ വരുന്നത് കൺസേണിങ്. എന്താ കൺസേണിങ്? എന്ത്? റിസ്ക് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആൻഡ് പെർസെപ്ഷൻ. ഇത്രേ ഒന്ന്. പിന്നെ വരുന്നത് എമങ് ആരുമായിട്ട്? എമങ് ഇൻഡസ്ട്രി, അക്കാഡമിക് പാർട്ടീസ്, ഇൻക്ലൂഡിങ്. അതിനകത്ത് എന്തൊക്കെ വരും? റിസ്ക് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്, ബേസിസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. ഈ 3 കളറായിട്ട് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ഉണ്ടാ 3 ഇങ്ങനെ ഇതിനെ തിരിച്ച് മനസ്സിലാക്കാം. എൻ്റെ കാര്യം മനസ്സിലാക്കുക. ഇതാണ്, ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് ഈ ഡെഫിനിഷൻ. പിന്നെ ZQ റിസ്ക് മാനേജ്മെൻറ്റ് എന്നാണ്. കമ്മ്യൂണിക്കേഷൻ, റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ കണ്ടു. റിസ്ക് മാനേജ് ചെയ്യുക. അപ്പോൾ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ്, മീൻസ് ദ പ്രോസസ്സാണ് അല്ലേ? മാനേജ്മെൻറ്റ് എന്നൊരു പ്രോസസ്സാണ് അത്, വിച്ച് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം റിസ്ക് അസസ്മെൻറ്റ് ഓഫ് ഇവാലുവേറ്റിംഗ് പോളിസി ആൾട്ടർനേറ്റീവ്സ് in consultation with all interested parties, considering the risk assessment and other factors relevant for the protection of health of consumers and for the promotion of fair trade practices, and if needed, selecting appropriate prevention and control options എന്നാണ് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എ പ്രോസസ്. റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യും? അത് റിസ്ക് അനാലിസിസിൽ നിന്നും അല്ലെങ്കിൽ റിസ്ക് അസസ്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താ ഇവിടെ ചെയ്യാം? സജസ്റ്റിംഗ് ഓൾട്ടർനേറ്റീവ് പോളിസീസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് മനസ്സിലായി, ഇതിന് ബദലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൽപര കക്ഷികളുമായിട്ട് ഒക്കെ അതിൻ്റെ ബേസ് എന്ന റിസ്ക് അസസ്മെൻറ്റിൻ്റെ സ്റ്റഡിയുടെ ബേസിൽ ഇതെങ്ങനെ നമുക്കൊരു പോളിസി ഓൾട്ടർനേറ്റീവ് ഇതിന് വയ്ക്കാം എന്നല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെ മുൻനിർത്തി, ആരോഗ്യ സംരക്ഷണത്തെ മുൻനിർത്തിയും ഫെയർ ട്രേഡ് പ്രാക്ടീസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ഒരു പ്രിവെൻഷൻ, അപ്രോപ്രിയേറ്റ് കൺട്രോൾ ഓപ്ഷൻസൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയാം. റിസ്ക് മാനേജ്മെൻറ്റ് ഡിസ്റ്റിങ് ഫ്രം റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് അസസ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തിനാണ്? ഓഫ് ഇവാലുവേറ്റിംഗ് പോളിസി ഓൾട്ടർനേറ്റീവ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓൾ ദ ഇൻട്രസ്റ്റ് പാർട്ടീസ്, considering risk assessment and other factors relevant for the protection of health of consumers and for the promotion of fair trade practices, and if needed, selecting appropriate prevention and control option. ഇതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡെഫിനിഷൻസ് ഇതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ഇനിയും ഇത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇനിയും ഡെഫിനിഷൻസ് കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഒരു കോമൺ ഐഡിയ വെച്ച് തന്നെ ആ ഡെഫിനിഷൻസ് മനസ്സിലാകും. പ്രത്യേകം എടുത്ത് പറയുന്ന ഡെഫിനിഷൻസൊക്കെ ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ട് നിങ്ങളിതിലൂടെ കവർ ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യുമ്പം ഇത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാകും. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഡെഫിനിഷൻ ഓഫ് അൺസേഫ് ഫുഡ് ഇൻക്ലൂഡ്സ്. അൺസേഫ് ഫുഡിൻ്റെ ഡെഫിനിഷനകത്ത് എന്ത് വരാം എന്നാണ് ചോദ്യം. അവൈലബിൾ അറ്റ് എ ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണോ? ഇൻജൂറിയസ് ടു ഹെൽത്ത് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് കണ്ടാമിനേഷൻ, ഇംപ്രോപ്പർ പ്രോസസ്സിംഗ്, പാക്കേജ്ഡ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി പാക്കേജ്, പ്രൊഡ്യൂസ്ഡ് ഓർഗാനിക്കലി. എന്താണ് അൺസേഫ് ഫുഡിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതെന്ന് ചോദ്യത്തിൽ ഉത്തരം എന്താണ്? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ് ഇൻജൂറിയസ് ടു ഹെൽത്ത്? അൺസേഫ് എന്ന് പറഞ്ഞാൽ ഇൻജൂറിയസ് ടു ഹെൽത്ത് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് കണ്ടാമിനേഷൻ ഓർ ഇംപ്രോപ്പർ പ്രോസസ്സിങ്ങിലാണ് അൺസേഫ് ഫുഡിൻ്റെ അകത്ത് വരുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. പാക്കേജ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണോ? റിസെപ്റ്റക്കിൾ ഓർ കവറിങ് ഇൻ വിച്ച് ഫുഡ് ഈസ് പാക്ഡ് ആണോ? ലാർജ് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഒള്ളി ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ്. ഒക്കെ മാറ്റിയാൽ മനസ്സിലാവും. ഇനി റിസെപ്റ്റക്കിൾ ഓർ കവറിങ് ഇൻ വിച്ച് ദ ഫുഡ് ഈസ് പാക്ഡ്, അതാണ് പാക്കേജ് എന്ന് പറയുന്നത്. റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂസിങ് ദ ബെസ്റ്റ് പാക്കേജിങ് ഫോർ ഫുഡാണോ? പ്രോസസ് ഇൻക്ലൂഡിംഗ് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ, എക്സ്പോഷർ അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് ക്യാരക്ടറൈസേഷൻ, അസസിങ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ഇവാലുവേറ്റിംഗ് ദ ടേസ്റ്റ് റിസ്ക് ഓഫ് ന്യൂ ഫുഡ് പ്രോഡക്ട്സ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ ബി അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. റിസ്ക് അസസ്മെൻറ്റിൻ്റെ ഉള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് പഠിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ആൻസർ ക്ലിയർ ആവും. ഓക്കെ, അടുത്തത് റിസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് ചോദ്യം. അഡ്വർടൈസിങ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് കൺസ്യൂമിങ് സർട്ടൺ ഫുഡ് ആണോ? എക്സ്ചേഞ്ച് ഓഫ് റിസ്ക് റിലേറ്റഡ് ഇൻഫർമേഷൻ അമംഗ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണോ? ലേബലിംഗ് ഫുഡ് വിത്ത് ദർ എക്സ്പയറേഷൻ ഡേറ്റ് ആണോ റിസ്ക് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേറ്റിംഗ് ദ പ്രൈസ് റിസ്ക് ഓഫ് ഫുഡ് കബോഡിറ്റീസ് ആണോ? ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവിടെ വരിക? ഇവിടെ ഓപ്ഷൻ ഏതാണ്? എക്സ്ചേഞ്ച് ഓഫ് റിസ്ക് റിലേറ്റഡ് ഇൻഫർമേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറയും. ഇൻട്രാക്ഷനകത്ത് എക്സ്ചേഞ്ച് ആണ്. എന്താ നടക്കുക? ഒപ്പീനിയൻ ആൻഡ് ഇൻഫർമേഷൻ എമംഗ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതാണ് റിസ്ക് അസസേഴ്സ്, മാനേജേഴ്സ്, കൺസ്യൂമേഴ്സ്, അക്കാഡമിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അവരെയാണ്. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. മാനേജിങ് ദ ഫിനാൻഷ്യൽ assets of the food company, evaluating policy alternatives and selecting appropriate prevention and control options, managing the reputation of food brands, calculating insurance premium for food business. ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇവാലുവേറ്റിംഗ് പോളിസി ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓപ്ഷൻ. നമ്മൾ നേരത്തെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് സജസ്റ്റിംഗ് പോളിസി ഓൾട്ടർനേറ്റീവ് ആൻഡ് ദ റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് ഡിസ്റ്റിങ്റ്റീവ് ഫ്രം റിസ്ക് അസസ്മെൻറ്റ് എന്ന കാര്യവും കൂടി ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഫുഡ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏത്? മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ട്രഡീഷണൽ റെസിപ്പീസ്, എനി സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് വിച്ച് ഈസ് നോർമലി നോട്ട് കൺസ്യൂംഡ് ബൈ ഇറ്റ് സെൽഫ്, only preservatives added to food, natural flavors only. Additive food additive എന്ന് പറഞ്ഞാൽ any substance added to food that is normally not consumed by itself and which is or is not having nutritive value. ന്യൂട്രീറ്റീവ് വാല്യൂ അല്ലേ? പോഷക ഗുണം ഉണ്ടാകണമെന്നോ ഉണ്ടാകാതിരിക്കാനോ ഒന്നും സാധിക്കും ആവാം. അത് എനി സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് എന്നാണ്. വിച്ച് ഈസ് നോട്ട് നോർമലി കൺസ്യൂംഡ് ബൈ ഇറ്റ് സെൽഫ്. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, പ്രൈമറി ഫുഡിനകത്ത് എന്താ വരിക? ഓൺലി പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ്, ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ഇൻ ദ നാച്ചുറൽ ഫോം ഫ്രം അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അക്വാകൾച്ചർ, ഫുഡ് പ്രിപ്പയർഡ് ഇൻ റെസ്റ്റോറൻറ്റ്, ഓൺലി ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്. ഏതാ പ്രൈമറി ഫുഡ് എന്ന് പറഞ്ഞാൽ? ആർട്ടിക്കിൾസ് ഓഫ് ഫുഡ് ഇൻ ദർ natural form from agriculture, horticulture or aquaculture. Okay. Next question നോക്കാം. Article of food is considered misbranded എന്ന് പറഞ്ഞാൽ എന്ത്? Contains accurate nutritional information, is packaged with clear ingredient label, is sold with false, misleading, deceptive claims, comes from a well-known brand. Misbranded എന്ന് പറഞ്ഞാൽ
എന്താണ് ഈ സോൾഡ് വിത്ത് ഫോൾസ്, മിസ്ലീഡിങ്, ഡിസെപ്റ്റീവ്. ഈ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഡിസെപ്റ്റീവ്, ഫോൾസ്, മിസ്ലീഡിങ് ഒക്കെ എന്ന് കാണുമ്പോൾ ക്ലെയിം ഒക്കെ കാണുകയാണെങ്കിൽ, ഓർ വിച്ച് ഈസ് ഇൻ കോൺട്രാവെൻഷൻ ടു ദി ആക്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ അത് മിസ്ബ്രാൻഡഡ് എന്ന് പറയും. ഓക്കെ, അപ്പം എൻ്റെ ആൻസർ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഇറ്റ് മീൻ ഇഫ് ഫുഡ് ഈസ് ലേബിൾഡ് ആസ് അൺസേഫ് എന്ന് പറഞ്ഞാൽ സേഫ് ആണെന്നാണോ, അല്ല സെയിലിന് വേണ്ടിയാണോ, ഹെൽത്തി ന്യൂട്രിയൻ ഉള്ളതാണോ, കോസ് ഇഞ്ചറി ടു ഹെൽത്ത് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് കണ്ടാമിനേഷൻ, അഡൾട്രേഷൻ. അല്ലേ, ഈസിയാണ്, കോമൺ, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലേ. ഇറ്റ് മേ കോസ് ഇഞ്ചറി ടു ഹെൽത്ത് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് കണ്ടാമിനേഷൻ, അഡൾട്രേഷൻ എക്സെട്ര. അതാണ് അൺസേഫ് എന്ന് ഫുഡിനെ ലേബിൾ ചെയ്യുന്നത്. കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് അപ്പോയിൻറ്റഡ് ടു ഓവർസീ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ്. കുക്കിംഗ് ആൻഡ് റെസിപ്പി ഡെവലപ്മെൻ്റ് അല്ല ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ ജോലി. അപ്പോയിൻറ്റഡ് ടു ഓവർസീ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ്. യെസ്, ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഡെഫിനിഷനിനകത്ത് എന്താണ് സിഗ്നിഫിക്കൻസ്? എൻഹാൻസിങ് ഫ്ലേവർ ഓഫ് ഫുഡ് എന്നാണോ, എൻഷുറിങ് ഫുഡ് ഈസ് ഫ്രീ ഫ്രം ഹാർംഫുൾ സബ്സ്റ്റൻസ് ഓർ സേഫ് ഫോർ കൺസംപ്ഷൻ, പാക്കേജിങ് ഫുഡ് ഇൻ അട്രാക്റ്റീവ് കണ്ടെയ്നേഴ്സ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഫുഡ് പ്രോഡക്ട്സ്. ഈസി ആയിട്ട് എൻഷുറിങ് ഫുഡ് ഈസ് ഫ്രീ ഫ്രം ഹാർംഫുൾ സബ്സ്റ്റൻസസ് ആൻഡ് സേഫ് ഫോർ കൺസംപ്ഷൻ, ഇതാണ് നോക്കേണ്ടത്. കണ്ടാമിനൻ്റ് ഇൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എ സ്പൈസ് യൂസ് ടു എൻഹാൻസ് ഫ്ലേവർ, എ ന്യൂട്രിയൻ്റ് ആഡഡ് ടു ഫോർട്ടിഫൈ ഫുഡ്, any substance not intentionally added to food but present due to various stages of production and environmental factors, or packaging material. എന്താണ് any substance not intentionally added to food but present due to various stages or production of environmental factors. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എക്സ്ട്രേനിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ വൈറ്റമിൻസ്, മിനറൽ എന്നാണോ, ഇൻറ്റൻഷനലി ഫ്ലേവേർഡ് എൻഹാൻസേഴ്സ് ആണോ, unintended matter from raw materials, packaging or processing systems, the main ingredient in a food product. Extraneous, unnecessary എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്താണ് unintended matter from raw materials, packaging or processing system. Advertisement എന്ന് പറഞ്ഞാൽ only print media about food ആണോ, any audio visual promotion of food including through electronic media and the internet, word of mouth, വാമൊഴിയാൽ റെക്കമെൻഡ് ചെയ്യുന്നതാണോ, ഒഫീഷ്യൽ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് അബൌട്ട് ഫുഡ് ആണോ? ഏതാണ് കറക്റ്റായിട്ട് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്? എനി ഓഡിയോ വിഷ്വൽ പ്രൊമോഷൻ അബൌട്ട് ഫുഡ് ഇൻക്ലൂഡിങ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗറൊക്കെ ഉണ്ടല്ലോ, ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട്, ഞം ഞം മഞ്ജുളേഷ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഞം ഞം മംഗുളേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും ഇപ്പോൾ അവിടെ പോയി നമ്മൾ വിശ്വസിച്ച് അവിടെ കടയിൽ പോയി ആഹാരം കഴിച്ച് നമുക്ക് എന്തെങ്കിലും മണി കിട്ടുകയാണെങ്കിൽ കൂടിയും അവർക്കെതിരെ പരാതി പോവുക. ഇവരുടെ അഡ്വർടൈസ്മെൻറ്റാണ് അല്ലേ. അഡ്വർടൈസ്മെൻറ്റ് അവിടെ നടന്നു, കൊള്ളാമെന്ന് പറയുന്നു, വിശ്വസിക്കുന്നു, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണി കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് അല്ലേ ഫോൾസ് ആൻഡ് ഡിസെപ്റ്റീവായിട്ടുള്ള മിസ്ബ്രാൻഡ് ചെയ്യപ്പെട്ടു എന്നൊക്കെ രീതിയിൽ നമുക്ക് പരാതി കൊടുക്കാവുന്ന വഴികളാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ചൊക്കെ ഒരു ഫുഡിനെ പറ്റി നമ്മൾ ഇന്ന കടയിലെ ഫുഡ് അസാധ്യമാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പറയുക. അടുത്തത് ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പം മനസ്സിലാവും. എന്താണ്? ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 36 ഫുഡ് സേഫ്റ്റി കമ്മീഷണർ സെക്ഷൻ 30. ഓക്കെ, ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 36 പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ടു ഓവർസീ ഫുഡ് സേഫ്റ്റി. ഓക്കെ, അൺസേഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ദാറ്റ് ഈസ് സോൾഡ് അറ്റ് എ റെഡ്യൂസ്ഡ് പ്രൈസ് അല്ല, ദാറ്റ് ഈസ് ഹാംഫുൾ ടു ഹെൽത്ത് ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് കണ്ടാമിനേഷൻ ആൻഡ് അഡൾട്രേഷൻ. ഓർത്ത് വയ്ക്കുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഫുഡ് പ്രോഡക്ട്സ്, ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ഓഫ് ദ ഫുഡ് കമ്പനി, ഐഡൻറ്റിഫൈയിങ് ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ അസാർട്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, ഡിസൈനിങ് ന്യൂ ഫുഡ് പ്രോഡക്ട്സ്. നോക്കൂ, ഇങ്ങനെ ഓപ്ഷൻ വരാം. അപ്പോൾ അപ്രോപ്രിയറ്റ് നമ്മൾ ആ സ്റ്റെപ്സ് അതേപോലെ എടുത്ത് കാണിക്കണമെന്നൊന്നുമില്ല. ചിലപ്പം ഈ ഓപ്ഷനിൽ നിന്നും കറക്റ്റായിട്ട് നമ്മൾ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് പിന്നെ വലിയ പ്രശ്നമില്ല. നമുക്ക് ഈ ഐഡൻറ്റിഫൈയിങ് ഈ വാക്കുകൾ, ഇവാലുവേറ്റിംഗ് ഇല്ലേ, പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ദാറ്റ് ഈസ് ദ കീവേഡ്, ഹസാർഡ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. അതാണ് റിസ്ക് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ZO അല്ലേ. ZP എന്ന് പറയുന്നത് റിസ്ക് കമ്മ്യൂണിക്കേഷൻ, ZQ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് inform the public about discounts on food, advertising food products, communicating cooking recipes അല്ല, exchanging information about food safety risk among stakeholders. ഓക്കെ,
ഇങ്ങനെ നമ്മൾ ആ ഒരു ഡെഫിനേഷൻ വായിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ രീതി, അപ്പോൾ അതേ വാക്കുകൾ തന്നെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണമെന്നില്ല, പക്ഷേ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, അതും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ. റിസ്ക് മാനേജ്മെൻറ്റ്, മാനേജിങ് ദ റിസ്ക് ഓഫ് ഫുഡ് സ്പോയിലേജ് ഇൻ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് വെച്ചാൽ ചീത്തയാവുന്നതിനെ പറ്റി സംബന്ധിച്ചാണ്. സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു പ്രിവെൻറ്റ് ഓർ കൺട്രോൾ ഫുഡ് സേഫ്റ്റി റിസ്ക്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എൻഷുറിങ് സ്റ്റഡി സപ്ലൈ ഓഫ് ഇൻഗ്രീഡിയൻസ്. ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ആൻസർ. സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ഫുഡ് സേഫ്റ്റി റിസ്ക്. റിസ്ക് മാനേജ്മെൻറ്റ് ഏതാണ്? സെക്ഷൻ 3 ആണ്. 3 ക്ലോസ് ZQ. ഓക്കെ. നെക്സ്റ്റ്, ഫുഡ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നെ പറയും, ഫുഡ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഏറ്റവും കീ വേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻ ബി തന്നെയാണ്. കീ വേർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ടിപ്പിക്കലി ഈസ് ഇൻ കൺസ്യൂംഡ് ബൈ ഇറ്റ് സെൽഫ് വെദർ ഓർ നോട്ട് ഇറ്റ് ഹാസ് ന്യൂട്രീറ്റീവ് വാല്യൂ. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വാക്ക്. ഫുഡ് അഡിറ്റീവിൻ്റെ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ വാക്കുകൾ അവിടെ ഉണ്ടോ ഇല്ലയെന്ന് ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? An adulterant is a material used to improve the nutritional value of food. Incorrect ആണ്. Advertisement can only be made through print and electronic media, not through internet. A claim can suggest in a food process specific qualities with nutritional properties. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്? വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓപ്ഷൻ 1 and 2 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അഡൾട്ടറന്റ് ഇസ് എ മെറ്റീരിയൽ യൂസ്ഡ് ടു ഇംപ്രൂവ് ആണോ? ഇമ്പ്രൂവ് ചെയ്യുന്ന യാതൊരു ന്യൂട്രീഷണൽ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുന്ന യാതൊരു ധാരണയില്ല, ഉറപ്പില്ല. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇല്ലാതിരിക്കുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ 1 and 2. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കാം. എ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഈസ് എ റോൾ ക്രിയേറ്റഡ് ബൈ ദ ഫുഡ് ഇൻഡസ്ട്രി ഫോർ ഇൻറ്റേർണൽ റെഗുലേഷൻ ആണോ? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. കൺസ്യൂമേഴ്സ് ആർ ഡിഫൈൻഡ് ആസ് ഓൺലി ദോസ് ഇൻഡിവിജ്വൽ ഹു കൺസ്യൂം ഫുഡ് അറ്റ് റെസ്റ്റോറൻറ്റ് ആണോ? അല്ലെങ്കിൽ എ കണ്ടാമിനൻറ്റ് ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ഫുഡ് ഡ്യൂ ടു എൻവയോൺമെൻറ്റൽ കണ്ടാമിനേഷൻ ആൻഡ് ഡസ് നോട്ട് നെസസറിലി മീൻ ഇറ്റ് വാസ് ആഡഡ് ഇൻറ്റൻഷനലി. അല്ലേ? നമ്മൾ ഉദ്ദേശത്തോടു കൂടി ആഡ് ചെയ്താവണമെന്നില്ല കണ്ടാമിനൻറ്റ്, അല്ലാതെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലും വരാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഓൺലി ഇൻഡിവിജ്വൽസ് ആണോ? ഫാമിലീസ് അവർ ഉൾപ്പെടുന്നു. അത് റിസീവ് ആൻഡ് പർച്ചേസ് എന്നാണ്. ഫുഡ് റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കുന്നവർ മാത്രമല്ല എന്നും അർത്ഥം വയ്ക്കുന്നു. രണ്ടാമത്, കമ്മീഷണർ ഫുഡ് സേഫ്റ്റി ഈസ് എ റോൾ ക്രിയേറ്റഡ് ബൈ ദി ലോ സെക്ഷൻ 30 പ്രകാരം ടു ഓവർസീ ഫുഡ് സേഫ്റ്റി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 അല്ലേ? സി 3 ഒള്ളി. ഇതാണ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? Article of food is considered misbranded if it is sold with false or misleading claim. Okay. Unsafe food is characterized solely by its poor taste. Okay. Risk assessment includes hazard identification, then characterization, exposure assessment and risk characterization. Okay. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ക്വസ്റ്റ്യൻ എന്താ? ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അൺസേഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ സോൾലി ടേസ്റ്റ് കൊള്ളാത്തത് കൊണ്ട് അൺസേഫ് ഫുഡൊന്നും ഒരിക്കലും അല്ല ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ കണ്ടാമിനൻറ്റോ അഡൾട്രേഷനോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് അൺസേഫ് ഫുഡ് എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓബ്വിയസ്ലി ഓപ്ഷൻ എ അല്ലേ? 2 ഒള്ളിയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ദ റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെലക്ടിങ് appropriate prevention and control option based on risk assessment. Yes, that statement is correct. Misbranded food is always unsafe for consumption. Okay. Always unsafe? Yeah. The term consumer includes families purchasing, receiving the food to meet their personal needs. Personal needs, yes. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Misbranded food is always unsafe for consumption. Whether we can say it is always unsafe, if we can, whether we can അല്ലേ, we cannot generalize exceptions എന്ന് പറയാം അല്ലേ. ചിലപ്പോൾ മിസ്ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ അൺസേഫ് ആകണമെന്നും ഇല്ല. സോ ദി കറക്റ്റ് ആൻസർ ഈസ്, ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് 1 and 3 ഉള്ളൂ. ഇവിടെ 1 and 3 ആണ് കറക്റ്റായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നത്.
പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. നോക്കാം. കണ്ടാമിനൻസ് ഇൻക്ലൂഡ് ഓൺലി സബ്സ്റ്റൻസ് ഇൻറ്റൻഷനലി ആഡഡ് ദ ഫുഡ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ. അങ്ങനെയാണോ? ഇൻറ്റൻഷനലി ആവണമെന്നില്ല നമ്മൾ കണ്ടു. അല്ല, അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. Extraneous matters can be present in food due to raw materials, packaging materials, process systems used in its manufacture and does not necessarily make the food unsafe. Yes, ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എവിടെ നിന്നത്? ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ misbranded food includes food sold by a name that belongs to another food product. Yes, it also includes. Okay. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് 2 and 3 ആണ് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചത്. സോ ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ്. സോ അത് ഡെഫിനേഷൻ അനുസരിച്ചാണ് ഈ 2 കറക്റ്റ് ഓപ്ഷൻസ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരിക. കണ്ടാമിനൻസ് ഇസ് ഇൻക്ലൂഡ് ഓൺലി സബ്സ്റ്റൻസ് ഇൻറ്റൻഷനലി അല്ല, അൺഇൻറ്റൻഷനലി വരാം. ഇറ്റ് ക്യാൻ ബി അൺഇൻറ്റൻഷനലി ഓൾസോ. എൻവയോൺമെൻറ്റൽ സർക്കംസ്റ്റാൻസസിലും കണ്ടാമിനൻസ് ആ ഫുഡിൽ വരാം. അപ്പം അത് അങ്ങനെ ഇപ്പം ഇൻറ്റൻഷനലി മാത്രം സംഭവിക്കുന്നതല്ല. So, these are the questions relating to the definition part of the Food Safety and Standards Act and the later portions. അല്ലേ, ഇനി വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അതോറിറ്റിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. ഡെഫിനേഷൻസ് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇത് ഹൃദിസ്ഥമാക്കാൻ സാധിക്കും. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.